പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഈശോ നമുക്ക് ഈ ആലയം ഒരുക്കി തന്നതിനും ഈ സമയം തന്നതിനും ഒക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാനിരിക്കുന്ന ഓരോ സ്ഥലത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മളിപ്പം വചനം കേൾക്കുന്ന ഒരിടം നമ്മുടെ ദേവാലയമായിക്കോട്ടെ, ഇങ്ങനെ ഒരു ആരാധനയിലായിക്കോട്ടെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ കേൾക്കുമ്പോൾ പോലും ഈശോയുടെ വചനം കേൾക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ, ഒരു കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി, പ്രിയപ്പെട്ട ഒരാൾ പറയുന്ന ഒരു വാക്ക് പോലെയല്ല ഈശോയുടെ വാക്ക്. ആ വാക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ പ്രചോദനം നൽകും. ശരിയാണോ? ഈശോയുടെ വാക്ക് നമുക്ക് ജീവിക്കാൻ പ്രചോദനം നൽകും. മനുഷ്യരുടെ വാക്ക് ചിലപ്പോൾ നമ്മളെ മതി എന്ന് തോന്നും, ജീവിതം ഇനി ജീവിക്കേണ്ടെന്ന് തോന്നും. പക്ഷേ ഈശോയുടെ വാക്ക് അങ്ങനെയല്ല. മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയിൽ പോലും ആ വാക്ക് കേട്ടാൽ എഴുന്നേക്കും. ലാസറിൻ്റെ കാര്യമൊക്കെ ഓർക്കുക. മരിച്ചു കിടക്കുന്ന ഒരാൾ പോലും ഈശോയുടെ വാക്ക് കേൾക്കുകയാണ്, ലാസറേ പുറത്തു വരിക. ഒരു വചനമാണല്ലേ, ലാസറേ പുറത്തു വരിക. ഈശോയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വാക്കാണ്. ആ വാക്ക് മരിച്ച ഒരാളെപ്പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഇങ്ങനെ ഇപ്പം ഈ ഒരു ധ്യാനം കൂടുന്ന സമയത്ത്, ഈ വചനം കേൾക്കുന്ന സമയത്ത് മരിച്ചിട്ടില്ല എന്നാലും ഇപ്പം മരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചില ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാകും, ചില പ്രതിസന്ധികളുണ്ടാവും, ചില പാപങ്ങളുണ്ടാവും, വല്ലാത്ത ഇരുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ മരിച്ചവനെപ്പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന ഒരാളുടെ വാക്ക് നമുക്ക് പ്രത്യാശ നൽകും. ആ പ്രത്യാശ നൽകുന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ആ വാക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്, ആ വാക്ക് സംസാരിക്കുന്ന ഈശോയുടെ സാന്നിധ്യവും നമുക്കിവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതോർത്ത് ഈ ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരു മണിക്കൂർ ഇങ്ങനെ ഈ വചനം കേൾക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി ധരിക്കുമ്പോൾ ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ അറിയാനോ, പുത്തൻ കുറച്ച് വചനങ്ങൾ പഠിക്കാനോ, ഒരാഴ്ച കുറച്ച് നേരം ഒരു മണിക്കൂർ ഈശോയുടെ കൂടി ഇരിക്കാനോ, വചനം കേട്ട് ഈ ആഴ്ചത്തേക്കുള്ള ഇത് അതിന് വേണ്ടിയിട്ടല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈശോയെ, ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞാനിത് കേട്ടാൽ മാത്രം പോരാ, ഐ നീഡ് ടു ഫീൽ യുവർ പ്രസൻസ്. നിൻ്റെ സാന്നിധ്യം എനിക്ക് അറിയണം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാമോ? ഈശോ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഈശോ നമ്മളിപ്പോൾ ആ അത്ഭുതം നടക്കണം, ഈ കാര്യം നടക്കണം എന്ന് പ്രാർത്ഥനയെക്കാട്ടും കൂടുതൽ ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾ ഈശോയുടെ പ്രസൻസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനത് വല്ലാത്ത ഇഷ്ടമാണ്. അനുഭവം കൊണ്ട് പറയാം, ഇറങ്ങി വരും നമ്മുടെ അടുത്തേക്ക്. ആ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നൊരു വചനത്തിൻ്റെ ഒരു തുടക്കവുമായിട്ട് ഒരു തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് എടുക്കാമോ? പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം. ഇനി കഴിഞ്ഞ ദിവസം പൗലോസ്ലീഹയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, വർത്താനം പറഞ്ഞു വെച്ചാൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു സ്പിരിച്വൽ അസുഖം എനിക്കുണ്ട്. വായിച്ചത് തന്നെ പിന്നെ വായിക്കുക എന്നുള്ള ഒരു ആത്മീയ രോഗം. നല്ലതാണ് ആ രോഗം. ചില രോഗങ്ങൾ നല്ലതാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന രോഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു പോസിറ്റീവ് രോഗമാണ് ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം അതിനകത്ത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലേഖനങ്ങളിലൊന്നാണ് ഈ തിമോത്തിക്കും തീത്തോസിനും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ. പൗലോസ്ലീഹയുടെ പ്രിയപ്പെട്ട മക്കളായിരുന്നു, പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. പൗലോസ്ലീഹയുടെ വലിയ തിയോളജി അടങ്ങിയിരിക്കുന്ന കൊറിന്തോസിലെ ലേഖനങ്ങളും റോമാ ലേഖനവും കൊളോസോസ് ലേഖനവും ഒക്കെ ഉണ്ടെങ്കിലും വളരെ പേഴ്സണലായിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് പെട്ടെന്ന് കയറുന്ന കുറച്ച് എഴുത്തുകളാണ് പൗലോസ്ലീഹ തിമോത്തിക്കും തീത്തോസിനും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ. അത് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ചുമ്മാ ഇരുന്ന് വായിച്ചാൽ പൗലോസ്ലീഹയുടെ സാന്നിധ്യമല്ല, ആരുടെ സാന്നിധ്യം നമുക്കുണ്ടാവും? ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവും. വളരെ അടുത്ത് നമ്മളോട് ഈശോ സംസാരിക്കുന്ന, നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഇന്നൊന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് പരിശ്രമിക്കാൻ പോകുന്നത്. ഇന്ന് ഈശോ സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇറങ്ങി വസിക്കട്ടെ. പൗലോസ്ലീഹയുടെ വലിയ സാന്നിധ്യം, പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് ഒരുമിച്ച് വായിക്കുക. ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്. ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ച് വചനമൊക്കെ ഒരുമിച്ച് വായിക്കണം. തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ്. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും, ഒരുമിച്ച് വായിച്ചേ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. പറഞ്ഞേ ഹല്ലേലൂയ. വായിച്ചു പോകണം കേട്ടോ, പതുക്കെ സമയമെടുത്ത്. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടും കുറച്ച് സമയം കിട്ടുമ്പം ഈ വചനം മാത്രം ഒന്ന് ആവർത്തിച്ചൊന്ന് വായിക്കുക. പൗലോസ്ലീഹ തിമോത്തിയെ ഇങ്ങനെ വിളിക്കുകയാണ്, വിശ്വാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സന്താനമായ തിമോത്തി. എന്നെ വിളിക്കുന്നത്
വിശ്വാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മകനായ സന്താനമായ തിമോത്തി. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛന്മാർ നിങ്ങളെ യൂഷ്വലി ഇങ്ങനെ നിങ്ങളുടെ പ്രായം ഒന്നും നോക്കാതെ നിങ്ങളെ വിളിക്കുന്നൊരു ടേമുണ്ട്. മക്കളെ എന്ന് വിളിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് വചനപ്രഘോഷകരൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന കുറേ പേരും എന്നെക്കാട്ടും മൂത്തവരാണ്. ചിലർ എന്നെക്കാട്ടും 3 പ്രാവശ്യം മൂത്തവരാണ്. ചിലർ എൻ്റെ പ്രായക്കാരാണ്, ചിലർ എന്നെക്കാട്ടും ഇളയവരാണ്. പക്ഷെ കോമൺലി ഇവിടെ നിൽക്കുമ്പോൾ, വിശ്വാസത്തിൽ ഒരു കുടുംബമായിട്ട് നിൽക്കുമ്പോൾ, അച്ഛൻ ഈശോയുടെ വചനം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പൗലോസ്ലീഹയുടെ ആ മനസ്സോട് ചേർന്ന് ഞാനത് ചിന്തിക്കുകയാണ്. വിശ്വാസത്തിൽ എൻ്റെ സന്താനങ്ങൾ. ശരിയാണോ? ആണോ? ഞങ്ങൾക്ക് അത്ര പ്രായമൊന്നും ആയില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പൗലോസ്ലീഹയും തിമോത്തിയുടെയും പ്രായമൊന്നും നമ്മൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, വായിക്കുന്നില്ല. പക്ഷെ പൗലോസ്ലീഹ ഇങ്ങനെ വിളിക്കുകയാണ്, വിശ്വാസത്തിൽ എൻ്റെ സന്താനമായ തിമോത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ഇപ്പം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഈശോ നമ്മളെ വിളിക്കുന്നതാണ്, വിശ്വാസത്തിൽ എൻ്റെ സന്താനങ്ങൾ, സ്നേഹത്തിൽ എൻ്റെ സന്താനങ്ങൾ, പ്രത്യാശയിൽ എൻ്റെ സന്താനങ്ങൾ. നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോ സമയത്തും നമ്മുടെ ഉള്ളിലോട്ട് നിറയേണ്ട ഒരൊറ്റ ബോധം ഇതാണ്: ഈശോയുടെ മക്കളാണ്, ഈശോയുടെ മക്കളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, വിശ്വാസത്തിൽ എൻ്റെ സന്താനമായ തിമോത്തിയോസിന്. എന്നിട്ട് 2-3 സമ്മാനങ്ങൾ തിമോത്തിക്ക് കൊടുക്കുന്നുണ്ട്. ആ വചനത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാമോ? തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസിന്. വായിച്ചേ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. 3 സമ്മാനങ്ങളാണ്. എന്തൊക്കെയാണ്? കൃപയും കാരുണ്യവും സമാധാനവും. ഉറക്കെ പറയാം, എന്തൊക്കെയാണ്? കൃപ, ഗ്രേസ്, കരുണ, മേഴ്സി. 3 സമാധാനം, പീസ്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന വചനം കേൾക്കുന്ന നമുക്ക് ഇന്ന് ഈ വചനം ഈ മണിക്കൂറിൽ കേൾക്കുമ്പം നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഈശോയുടെ സാന്നിധ്യത്തോടൊപ്പം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ 3 സമ്മാനങ്ങളാണ്. ഈശോയിൽ നിന്ന് കിട്ടുന്നൊരു കൃപ, ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കരുണ, ഈശോയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ കൃപ എന്തിനാണെന്നറിയോ? നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ പാപങ്ങൾ നിറഞ്ഞൊരു സാഹചര്യം ആയിരിക്കാം, സങ്കടങ്ങൾ നിറഞ്ഞൊരു സാഹചര്യം ആയിരിക്കാം. ഇതിൽ പിടിച്ചു നിൽക്കാൻ നമുക്കൊരു ഗ്രേസ്, ഒരു കൃപ ആവശ്യമാണ്. ശരിയാണോ? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ, കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃപ നമുക്ക് ആവശ്യമാണ്, ഗ്രേസ് ആവശ്യമാണ്. അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ കൃപ തരണം. പൗലോസ്ലീഹ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഈ മർത്യ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? ഈശോ കൊടുക്കുന്ന ഒരു ഉത്തരം പൗലോസ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, എൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ്. നമ്മളിപ്പോൾ പഠനത്തിലായിരിക്കാം, ജോലി, ശുശ്രൂഷ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷനിലും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ എനിക്കൊരു കൃപ തരണം. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ, വചനമനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്കൊരു കൃപ ആവശ്യമാണ്. വലതിലോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സോ തിമോത്തിക്ക് ഈശോ കൊടുത്തതുപോലെ ഈശോ തിമോത്തിക്ക് കൊടുക്കുമെന്ന് പൗലോസ്ലീഹയിലൂടെ പറഞ്ഞതുപോലെ ദ ഗ്രേസ്, വിശുദ്ധിക്ക് വേണ്ടിയിട്ടൊരു കൃപ, പിടിച്ചു നിൽക്കാനൊരു കൃപ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ അനുഗ്രഹം അതാണ്, കൃപ, ഗ്രേസ്. രണ്ടാമത്തത് കരുണ. കരുണയാണ് ആർക്കാണ് ആവശ്യം? കരുണ ആർക്കാണ് ആവശ്യം? കൃപ എന്തിനാണ്? ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ. കരുണയും നമുക്ക് ആവശ്യമാണ്, കാരണം നമ്മൾ പാപികളാണ്. ആണോ? അടുത്തിരിക്കുന്നവരെ നോക്കിക്കേ, ആണോ? പാപികളാണോ? ആണ്, നല്ല ഒന്നാന്തരം പാപികളാണ്. അടുത്തിരിക്കുന്നവരെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ നോക്കും. ഒന്നാന്തരം പാപികളാണ്. നിങ്ങൾക്ക് ഒരാളെ കാണത്തുള്ളൂ, എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാം. നല്ല പാപികളാണ് നമ്മളെല്ലാവരും. നമുക്കിവിടെ ആവശ്യം കരുണ, കർത്താവിൻ്റെ കരുണ. പറഞ്ഞേ ഹല്ലേലൂയ. സോ കൃപ നമുക്ക് ജീവിച്ച് പിടിച്ചു നിൽക്കാൻ, കരുണ, നമ്മൾ പാപികളായതുകൊണ്ട് കർത്താവിൻ്റെ കരുണ നമുക്ക് കൂടിയേ തീരും. മൂന്നാമത്തത് ദ പീസ്, സമാധാനം. മനുഷ്യർ തരുന്ന പോലെയോ ലോകം തരുന്ന പോലെയല്ല, ഈശോ തരുന്നൊരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സമാധാനമുള്ളവരാണോ? സമാധാനമുണ്ടോ? എല്ലാം ഉണ്ടെങ്കിലും നമുക്കില്ലാത്ത ഒരു സാധനമാണ് സമാധാനം, അല്ലേ? എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല, നമുക്കൊന്ന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, മനുഷ്യരുടെ മുമ്പിൽ ഒന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളായിരിക്കാം, നാളെക്കുറിച്ചുള്ള ഭയങ്ങളായിരിക്കാം, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളായിരിക്കാം. സമാധാനമില്ലാത്ത മനുഷ്യർ, ആ സമാധാനത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഓട്ടി നടക്കുന്നു. പക്ഷേ ദർ ഈസ് ഓൺലി എ സിംഗിൾ സോഴ്സ്. നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റുന്ന ഒരാൾ. ഉദ്ധാനം ചെയ്ത് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ നേരെ നോക്കി നിശ്വസിച്ച് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് ആ സമാധാനം ഇന്നും നമ്മളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.
വിശ്വാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ, യേശുക്രിസ്തുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്കും ആശംസിക്കുന്നു കൃപയും കാരുണ്യവും സമാധാനവും. പറഞ്ഞേ ഹല്ലേലൂയ. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃപ, കാരുണ്യം, സമാധാനം. നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ പോവാണ്. ഈശോയുടെ പ്രസൻസിനോട് ചേർന്ന് നമ്മൾ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഒരു കുഞ്ഞു കാര്യം ഇങ്ങനെ പൗലോസ്ലീഹ പ്രത്യേകിച്ച് എടുത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. 1-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും. ഈശോയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, നമ്മളോട് കരുണ തോന്നുന്ന ഈശോ, നമുക്ക് സമാധാനം നൽകുന്ന ഈശോ. പൗലോസ്ലീഹ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാണ്, നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തു. റോമ 5:5 പൗലോസ്ലീഹ പറയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻറ്റ്. രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ചിന്തിക്കണം. എൻ്റെ പ്രത്യാശ ഈശോയാണ്, എനിക്ക് ഉറപ്പാണ് പ്രത്യാശ എന്നെ നിരാശനാക്കില്ല. ഒന്നുകൂടെ കണക്ട് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കാമോ? പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രത്യാശ ഈശോയാണെങ്കിൽ ആ വചനത്തെ നമുക്ക് പൗലോസ്ലീഹയുടെ മനസ്സോട് ചേർത്ത് ഇങ്ങനെ ചിന്തിക്കാം, ഈശോ എന്നെ നിരാശനാക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ കിട്ടുന്നുണ്ടോ? എൻ്റെ ഏക പ്രത്യാശ എൻ്റെ പ്രത്യാശയായി ഈശോ, അപ്പുറത്ത് പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നു, ഈശോ എന്നെ നിരാശനാക്കില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ചുറ്റും നിൽക്കുന്ന സകലതും നമ്മളെ നിരാശയിലേക്ക് നയിക്കാം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ആരോഗ്യക്കുറവ്, നമ്മുടെ രോഗങ്ങൾ, അടിക്കടി വരുന്ന പരാജയങ്ങൾ, നമുക്കുണ്ടായ മുറിവുകൾ, നമ്മളെ സ്നേഹിച്ച് മാറി നിന്നവർ, നമ്മളെ വിഷമിപ്പിച്ചവർ, എന്തിലാവട്ടെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നും നടക്കുന്നില്ല, നിങ്ങളുടെ കടങ്ങൾ മാറുന്നില്ല, നിങ്ങൾ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും പടിപടിയായിട്ട് താഴോട്ട് വീണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അവിടെയും ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ പറയാണ്, എൻ്റെ പ്രത്യാശ അങ്ങാണ്, എൻ്റെ പ്രത്യാശ ഈശോയാണ്. പ്രത്യാശ എന്നെ നിരാശനാക്കില്ല, എൻ്റെ കുടുംബത്തെ നിരാശപ്പെടുത്തില്ല. ആ പ്രത്യാശ ഈശോയാണ്. പിടികിട്ടുന്നുണ്ടോ? തുടക്കത്തിൽ പറഞ്ഞ ഒന്ന് ചിന്തിക്കണേ. ഈശോയുടെ വാക്ക് പറയുന്നിടത്തെല്ലാം ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോയാണ് എൻ്റെ ഏക പ്രത്യാശ എന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണ്. ഈശോ തരുന്ന പ്രത്യാശയല്ല, ഈശോ തന്നെ ഇറങ്ങി വരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈശോ എൻ്റെ പ്രത്യാശയാണെന്ന് പറയുമ്പോൾ ഈ വചന കൂടാരത്തിൽ നിന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ ഒരു കൈയില്ല, നിങ്ങൾക്കൊന്ന് ചാഞ്ഞു നിൽക്കാൻ ഒരു തോളില്ല, നിങ്ങളെ കേട്ടിരിക്കാൻ കാതുകളില്ല, ഹൃദയങ്ങളില്ല, സകലതും തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഈശോയാണ് എൻ്റെ പ്രത്യാശ, ആ പ്രത്യാശ എന്നെ നിരാശനാക്കില്ലെന്ന് പറയുമ്പോൾ ആ വചനം നൽകുന്ന ശക്തി മാത്രമല്ല, ഹിസ് പ്രസൻസ് ഈസ് ഗോയിങ് ടു സ്ട്രെങ്തൻ യു. അവിടുത്തെ സാന്നിധ്യം നിന്നെ ശക്തിപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഫോണിൽ വിളിച്ച് നിങ്ങളോട് ഒരാൾ പറയാണ്, സാരമില്ല കേട്ടോ ഞാൻ കൂടെയുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് അയാൾ വന്നിട്ട് കൈ കയറി പിടിച്ചിട്ട് പറയാണ്, സാരമില്ല ഞാൻ കൂടെയുണ്ട്. രണ്ടിലേതാണ് കൂടുതൽ എഫക്റ്റീവ്? ഫോണിൽ വിളിച്ച് ആർക്കും പറയാം അല്ലേ? അതാർക്കും പറയാം. ഒരാൾ അടുത്ത് വന്ന്, ആ ഫോൺ വിളിച്ച ആൾ തന്നെ ആവട്ടെ, നിന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് പറയാണ്, പേടിക്കണ്ട ഞാൻ കൂടെയുണ്ട്. ഏതാ നമ്മളെ ശക്തിപ്പെടുത്താൻ പോകുന്നത്? ശരിക്കും ഫോൺ വിളിച്ച് പറയുന്നതല്ല, നമ്മുടെ അടുത്ത് വന്ന് കയ്യെ തൊട്ട് പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ സകല മത നേതാക്കന്മാർക്കോ മതസങ്കല്പങ്ങൾക്കോ ദൈവസങ്കല്പങ്ങൾക്കോ ഏറ്റവും മുകളിൽ ഈശോ എന്ന യഥാർത്ഥ ഏക സത്യ ദൈവം നിൽക്കുന്നതും വ്യതിരിക്തനായിട്ട് നിൽക്കുന്നതും നമ്മൾ ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിൻ്റെ ഒറ്റ കാര്യം ഇതാണ്. പലരും വാക്കുകൾ സംസാരിച്ചു, പലരും കൂടെ വരാമെന്ന് പറഞ്ഞു, പക്ഷേ ഈശോ കൂടെ വരാമെന്ന് പറയുക മാത്രമല്ല, ഹി ഈസ് വിത്ത് അസ് നൗ. ഇപ്പോൾ ഒരു സാന്നിധ്യമായി നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനോടെ ഈശോ നമ്മുടെ അടുത്തുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സകലതും കരുണ കിട്ടാത്തൊരു സമയത്ത്, പ്രത്യാശയില്ലാത്തൊരു സമയത്ത്, നിരാശയുടെ പട്ടുകുഴിയിലേക്ക് ഓരോ ദിവസം വീണു പോകുന്ന സമയത്തും നമ്മുടെ അടുത്ത് ഫോൺ വിളിച്ചുകൊണ്ട് ഒരാളല്ല, കൂടെ നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരാളല്ല, കൂടെ വന്ന് നിന്നോണ്ട് ഒരാൾ ശക്തിപ്പെടുത്തുകയാണ്. ആ ശക്തിപ്പെടുത്തലാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നതും. വലതുവർത്തി പറ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് നോക്കിയേ, നമുക്കുണ്ടായ സഹനങ്ങൾ, വേദനകളെ എല്ലാം നോർത്ത് നോക്കിയാൽ ഒരു 10 പ്രാവശ്യം മരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കായി, കാരണങ്ങൾ നമുക്കായി. പക്ഷെ എപ്പോഴും പിടിച്ച് നമ്മൾ വിളിച്ചില്ലേലും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് വചനം കേൾക്കാൻ വേണ്ടി നിങ്ങളൊരു താല്പര്യം കാണിക്കുമ്പോൾ, വചനം എടുത്ത് വായിക്കുമ്പോൾ, ഹീസ് വിത്ത് യു, അടുത്ത് വന്ന് ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.
പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനഭാഗം എടുക്കാം. 139 സങ്കീർത്തനം നമുക്ക് കാണാപ്പാട് അറിയാവുന്നതാണ്. 139 സങ്കീർത്തനം. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെക്കുറിച്ച് ദാവീദ് പാടി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. Psalm 139 verse 5. 139 സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന പോലെ അത് വായിക്കരുത്. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്, ഒരു ക്രീഡാണ്. നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും നമ്മളെ ശക്തിപ്പെടുത്തേണ്ട വചനങ്ങളിൽ ഒന്നാണത്. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതിനോട് ചേർത്ത് ചിന്തിച്ചേ, അവിടുത്തെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോഴും, ഇതൊരു ദുർമാതൃകയായിട്ട് എടുക്കരുത്, ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോഴും, ഈവൻ ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും, ഞാൻ അവനെ ഏറ്റുപറഞ്ഞില്ലെങ്കിലും, ഹി സ്റ്റിൽ വിത്ത് മീ, എൻ്റെ കൂടെയുണ്ട്. കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് ഇനി പ്രാർത്ഥിക്കാണ്ടിരിക്കാം, ഇനി വിളിക്കാണ്ടിരിക്കാം എന്നല്ല. അറിവില്ലാത്തൊരു കാലത്ത് ഈശോയെ വിളിക്കാതിരുന്നത് പോട്ടെ. ഇപ്പം നമുക്കറിയാം വിളിച്ചാൽ അവൻ കൂടെ വരുമെന്നും, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുമെന്നും, ഈശോ എൻ്റെ അടുത്ത് സജീവ സാന്നിധ്യമായിട്ടുണ്ടെന്നും അറിയാവുന്ന നമുക്ക് ഉള്ളിലേക്ക് നിറയേണ്ട ബോധ്യതാണ്, എൻ്റെ മുൻപിലും പിൻപിലും എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എപ്പോഴും എൻ്റെ മേലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ചില സഹനങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നു, അവരോട് ഇത് പറഞ്ഞു കൊടുക്കണം. അവരെ ശക്തിപ്പെടുത്തേണ്ട വാക്കിതാണ്. ആ വാക്കിൻ്റെ കൂടെയുള്ള സാന്നിധ്യം ഇതാണ്, മുൻപിലും പിൻപിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകളിലൂടെ കഴിഞ്ഞ ആഴ്ച കുറച്ച് കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക്, വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-20 വയസ്സുള്ളൊരു കൊച്ച് ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ അത് വീട്ടിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായി, ഹോസ്റ്റലിലേക്ക് മാറി. ഹോസ്റ്റലിലൊരു പ്രശ്നം ഉണ്ടായി, സ്വന്തമായിട്ട് ഇച്ചിരി സാമ്പത്തികമായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു ഫാമിലിയാണ്. സ്വന്തമായിട്ടൊരു വീടെടുത്തു. എന്നുവെച്ചാൽ നല്ല പോലെ കപ്പാസിറ്റി ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറയാം, എല്ലാം ഉണ്ടായിട്ട് ചിലപ്പോൾ സമാധാനം കിട്ടാത്ത അവസ്ഥകൾ നമുക്കുണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു വീടെടുത്തു. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ഒറ്റയ്ക്ക്. ക്രൈസിസാണ്. 2 തവണ എങ്ങാണ്ടോ ഈ കോളേജ് മാറി. ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നമുക്ക് ചില സഹനങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ചില സമയങ്ങളുണ്ടല്ലോ. എന്നാ പറയും ചില മനുഷ്യരോട്? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈശോ ഇറങ്ങി വന്ന് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലോട്ട് കയറി ഇറങ്ങി പ്രവർത്തിക്കാണ്ട് രക്ഷപ്പെടുകയില്ലാത്ത ചില ജീവിതങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ, പ്രൈവസികൾ കൊണ്ടാണ്, ആ സാഹചര്യം ഒന്നും പറയാത്തത്. കൊച്ചുകൂടി ഞങ്ങളെ ചോദിച്ചതേ ഉള്ളൂ, ഇനി എങ്ങോട്ടാണ് ഓടാനുള്ളത്? ഇനി എങ്ങോട്ടോടും? ഇവിടെ തിരസ്കാരം വന്നപ്പോൾ, ഇവിടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങോട്ട് ഓടി. ചെന്ന സ്ഥലത്ത് മറ്റൊരു വേദന ഉണ്ടായി. ഇപ്പം നിൽക്കുന്നിടത്ത് പുത്തൻ വേദനകൾ വരും. എങ്ങോട്ട് ഓടും? നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം ഓർക്കുക, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഓർക്കുക, നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങൾ ഓർക്കുക. നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്, വിട്ടെറിയാം. ചിലപ്പം മനുഷ്യരിലൂടെയാണ്, ചിലപ്പോൾ പ്രിയപ്പെട്ടവരിലൂടെയൊക്കെയാണ് അത് വരുന്നതെങ്കിൽ ഇവരെ ഇനി വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ ഒരു കുഞ്ഞു കാരണത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ചിന്നിച്ചെതിരിപ്പോകുന്നത് ഇതുകൊണ്ടാണ്. ഓടുകയാണ്, സൊല്യൂഷൻ തേടി. ഇവിടെ നിന്ന പ്രശ്നമാണ്, അതുകൊണ്ട് മാറാം. വിവാഹ ബന്ധങ്ങൾ പെട്ടെന്ന് ഒലഞ്ഞു പോകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണങ്ങളൊന്ന്, ഒത്തിരി കാരണങ്ങൾ, അതിൽ തുറന്നതാണ്. പെട്ടെന്നൊരു ഇമോഷണൽ തീരുമാനം എടുക്കുകയാണ്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പോയേക്കാം. പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെയും ക്രൈസിസ് ഇല്ലേ? അവിടെയും സഹനങ്ങളില്ലേ? ഒരു വീട്, ഒരു സ്ഥലം, ഒരു ജോലി സ്ഥലം, ചെല്ലുന്ന എല്ലായിടത്തും സഹനങ്ങളുണ്ട്. എല്ലായിടത്തും നമുക്ക് തിരസ്കാരങ്ങളുണ്ട്. നമ്മളെപ്പോഴും കൈകൊട്ടി സ്വീകരിക്കുന്നവരല്ല, ആട്ടി വിടുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ളവർ. നമുക്ക് എപ്പോഴും അപ്രീസിയേഷൻ തന്ന്, നീ ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറയുന്നവരായിരിക്കില്ല. നിന്നെ തെറ്റിദ്ധരിക്കുന്നവരായിരിക്കാം, നിന്നെ മാറ്റി നിർത്തുന്നവരായിരിക്കാം, നീ ചെയ്യാത്തതെല്ലാം നിന്റെ മേൽ ആരോപിക്കുന്നവരായിരിക്കും, നീ ഒരു ശല്യമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി പറയുന്നവരായിരിക്കും കൂടെയുള്ളത്. എങ്ങോട്ടോടും? എവിടെ പോയി ഒളിക്കും? എല്ലായിടത്തും അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സ്ഥലം ഈ ഭൂമിയിൽ നമുക്കില്ല. എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്കില്ല. എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു ജീവിതവും നമുക്ക് ആർക്കും ഇല്ല. അച്ഛൻ പറയുന്നത് ശരിയാണോ? എല്ലാം ഉണ്ടായാലും ഈ ഒരു അപ്രീസിയേഷനോ, ഈ ചേർത്ത് പിടിക്കലോ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. എങ്ങോട്ട് ഓടി ഒളിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇത്രയും കാലം ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഓടിയിട്ടുണ്ടാകാം. എനിക്ക് തോന്നിയിട്ടുണ്ട് ഓടാൻ. എൻ്റെ ക്രൈസിസുകളുടെ സമയത്ത്, എൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത സമയത്ത്, വല്ലാതെ വീർപ്പ് മുട്ടിയ സമയത്ത്, അപ്പുറത്തുനിന്ന് ഇപ്പം മുമ്പിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു പറയുന്ന പോലെ മുമ്പിൽ നിന്നും പിൻപിൽ നിന്നും കീഴേ നിന്നും മോളിൽ നിന്നും എല്ലാം കൂടെ വാളും പരിചയമായിട്ട് സിറ്റുവേഷൻസ് വന്നപ്പോൾ ഓടാൻ തോന്നിയിട്ടുണ്ട്. എങ്ങോട്ട് ഓടും? ഒറ്റ ബോധമാണ് നമുക്ക്. ഇത്രയും കാലം ഓടിയെടുത്തും ഈ വാടക വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക്, ഈ വീട്ടിൽ നിന്ന് ഈ ഹോസ്റ്റലിലേക്ക്, ഈ ഹോസ്റ്റലിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക്, ആ മുറിയിൽ നിന്ന് ഒരാളുടെ അടുത്തേക്ക്, ആ ആളുടെ അടുത്തുനിന്ന് അടുത്ത പടുകുഴിയിലേക്ക്, ഏതൊരു ഇരുട്ടിലും ഞാൻ പോയി ഒളിക്കാൻ ശ്രമിച്ചപ്പോഴും, എൻ്റെ സഹനങ്ങളൊന്നും മറച്ചു പിടിക്കാൻ വേണ്ടി ഞാനൊരു താൽക്കാലിക ആശ്വാസങ്ങൾക്ക് വേണ്ടി ചില ഇടങ്ങൾ തപ്പി ഞാൻ പോയപ്പോഴും അവിടെയും എന്നെ തേടി വന്ന ഒരാൾ, ഹിസ് പ്രസൻസ്, അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഓടി ഒളിച്ചിരിക്കുന്ന ആ സ്ഥലമുണ്ട്, നിങ്ങൾ ഇന്ന് ഇറങ്ങി ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്ന ആ സിറ്റുവേഷൻ ഉണ്ട്. എവിടെ പോയി ഒളിക്കും? ഏതിരുട്ടത്തും നിങ്ങളുടെ കൂടെ ഒരാൾ ഇത്രയും കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഓടി ഒളിക്കൽ നിർത്താം. കാരണം നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ കണ്ടുപിടിക്കുന്ന ഒരാൾ, നീ ഒളിച്ചിരിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നതല്ല, നിന്നെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരാളുണ്ട്. ഓടി ഒളിക്കുകയല്ല, അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. കിട്ടുന്നുണ്ടോ? നിങ്ങളെ റിജക്റ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ടാകാം, നിങ്ങളെ തെറ്റിദ്ധരിച്ച സ്ഥലങ്ങളുണ്ടാകാം. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇനി ഓടി ഒളിക്കുന്നതിന് പകരം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പറയുന്ന പിടി കിട്ടുന്നുണ്ടോ? ഇച്ചിരി കട്ടിയായി പോകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിക്കുക. ഓടാൻ നമുക്ക് ഓടി 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 അവസാനം ദേഹത്ത് ഇച്ചിരി കുന്തിരിക്കം വീഴുന്നത് വരെ, നിങ്ങളത് അറിയുമില്ല, ആ സമയം വരെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കാം. യു ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് ലുക്ക് അപ്പ്. നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ, മുൻപിലും പിൻപിലും നിങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരാളെ ഈ സഹനത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് നിന്ന് തലയോർത്തി ഒന്ന് നോക്കണം. മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്ന ഒരാൾ, അവിടുത്തെ കരം എപ്പോഴും എൻ്റെ മേലുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ഒരുമിച്ച് വായിക്കാം. 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 139 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. എന്നുവെച്ചാൽ എവിടെ പോയാലും ഒരാളുടെ കരം എൻ്റെ കൂടെയുണ്ട്. ആരുടെ കരം? ഈശോയുടെ കരം. നമുക്ക് ഓടി ഒളിക്കാം. ചില സമയത്ത് സങ്കടങ്ങൾ വന്നിട്ടായിരിക്കാം, ചില പാപങ്ങൾ ചെയ്തു പോയിട്ടായിരിക്കാം. ഈശോയിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഉണ്ടോ? ഈശോ കാണാതിരിക്കാൻ വേണ്ടി ആദമൊക്കെ ചെയ്ത പോലെ ഇലയൊക്കെ തുന്നി മരത്തിൻ്റെ പിന്നിൽ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കങ്ങനെ ഈശോയുടെ അടുത്തുനിന്ന് പോലും ഒളിച്ചിരിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകാം. പക്ഷെ നിൻ്റെ ഏറ്റവും വലിയ ഇരുട്ടിലും പാപത്തിൻ്റെ പടുകുഴിയിൽ പോലും നിന്നോട്ട് അടുത്തേക്ക് ഇറങ്ങി വന്ന് രക്ഷിച്ചെടുക്കാൻ ഒരാൾ കൂടെയുണ്ട്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, 10ാമത്തെ വാക്യം, അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. 11 മുതൽ ഒരുമിച്ച് വായിച്ചേ. ഇരുട്ടെന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണ്ണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാത്ത ഇരുട്ടുകൾ, സങ്കടങ്ങൾ, സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ ഓടിച്ചെന്നാൽ അവിടെ വെച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്: ഞാൻ ഇരുട്ടെന്ന് വിളിക്കുന്ന ഈ ഇരുട്ട് പോലും ഈശോയ്ക്ക് പ്രകാശമാണ്. ഈ ഇരുട്ടത്ത് പോലും എനിക്ക് പ്രകാശമായി ഈശോ ഇവിടെ ഉണ്ട്. പലതോടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പയുടെ ഒരു പഴയ പുസ്തകം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അത് പാപ്പ ഇങ്ങനെ ഈ ഈശോയുടെ പ്രസൻസിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയേക്കുന്ന ഒരു കുഞ്ഞു ഭാഗം ഇങ്ങനെയാണ്. ഇംഗ്ലീഷിലാണ് വായിച്ചത്. ഒറിജിനൽ എഴുതിയേക്കുന്നത് ജർമ്മനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇറ്റാലിയനോ എന്തിലോട്ട്, ഇംഗ്ലീഷിലാണ് വായിച്ചത്. അപ്പം അതിനകത്ത് ഇങ്ങനെ പാപ്പ എഴുതിയേക്കാണ്: when I have no one to talk to, എനിക്ക് സംസാരിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, when I have no one to listen to, എന്നെ കേട്ടിരിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, when I have no one to trust, എനിക്കൊന്ന് ആശ്രയം വെക്കാൻ ഒരാളില്ലാത്തപ്പോൾ, when I have no one to help, എന്നെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, എന്നെ സഹായിക്കാനോ എനിക്കൊന്ന് ട്രസ്റ്റ് ചെയ്യാനോ എന്നെ കേട്ടിരിക്കാനോ എനിക്ക് സംസാരിക്കാനോ ആരുമില്ലാത്തപ്പോഴും പാപ്പ ഇങ്ങനെ
ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്, ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ വിത്ത് മീ. ക്രിസ്തു അപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി എടുത്തേക്ക്. എനിക്ക് സംസാരിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, എന്നെ കേട്ടിരിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, എനിക്ക് വിശ്വസിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, എന്നെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോൾ, ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ വിത്ത് മീ. അപ്പോഴും ഈശോ എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങളൊന്ന് വീശി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴും ഞാനിങ്ങനെ നിന്ന് വേർക്കുമ്പോഴും 3 ഫാൻ വെച്ചിട്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും AC സ്പോൺസർ ചെയ്യണമെന്നുണ്ടോ? നല്ല മനസ്സുകളെ സ്വാഗതം. AC വെച്ചിട്ട് വലിയ കഥയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്താണോ നിങ്ങളെ കണ്ടിട്ടാണോ ഞാൻ വേർക്കുന്നത്? അല്ല, ചില സബ്ജക്റ്റുകൾ സംസാരിക്കുമ്പം അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നന്നായിട്ട് വേർക്കുന്നത് എന്നാണോ? പനി വല്ലതും പിടിക്കുമോ? നിങ്ങൾ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഉണ്ട് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ. പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? തമ്പുരാനറിയാം. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കേണ്ട. ഈ പ്രത്യാശ എൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ പ്രത്യാശ അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കൂടെ നിപ്പുണ്ട്. ഞാൻ വായിച്ചതോ ധ്യാനിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ പരിശ്രമിക്കാറുള്ളൂ. എനിക്കറിയാം ഹീസ് വിത്ത് മീ. എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണെന്ന് തോന്നുന്നു വേർക്കുന്നത്. 2 പേര് അടുത്ത് നിന്നാൽ വേർക്കുമായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് ഈ അച്ഛൻ പറയണത്? എനിക്കങ്ങനെ തോന്നുന്നു. ആയിരിക്കും. കർത്താവ് കൂടെ നിൽക്കുന്ന ആ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ബെനഡിക്ട് പാപ്പയുടെ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞാണ്, എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ വിത്ത് മീ. എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പം അച്ഛൻ ഇപ്പോൾ പറഞ്ഞ ഒരു വചനവും ബെനഡിക്ട് പാപ്പയുടെ ഒരു വാക്കും കൂടി ഒന്ന് ചേർത്ത് ചിന്തിക്കണം. എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൽ പല സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം 131 സംഘത്തിൽ കണ്ടു, എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും ഈശോ നിൽക്കുന്നു. നമ്മൾ ജെറമ്യ പ്രവാചന പുസ്തകം 20:11 എടുക്കണമെന്നില്ല, 20:11 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്ത് നിൽക്കും. പക്ഷം എന്ന് വെച്ചാൽ എന്താണ്? പക്ഷം, ചിറക്, സൈഡ്. എൻ്റെ സൈഡിൽ നിൽക്കും. ഈ സങ്കീർത്തനം 16 ദാവീദ് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, എൻ്റെ കൺമുമ്പിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്. വിശുദ്ധ പാട്രിക്കിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. അയർലൻഡിൻ്റെ മധ്യസ്ഥനാണ്. അയർലൻഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധ പാട്രിക്കിനോട് പ്രത്യേകം മധ്യസ്ഥം വായിക്കുന്നത് നല്ലതാണ്. ഈശോ എൻ്റെ മുകളിൽ, എൻ്റെ കൂടെ, എൻ്റെ ഇടത്ത്, എൻ്റെ വലത്ത്, എൻ്റെ മുൻപിൽ, എൻ്റെ പിറകിൽ, എൻ്റെ ചുറ്റും, എല്ലായിടത്തും ഈശോ എൻ്റെ കൂടെയുണ്ട്. വിശുദ്ധ പാട്രിക്കിൻ്റെ ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, എൻ്റെ കൂടെ ഒരാൾ എപ്പോഴും നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഒരാൾ ഓടി വന്നു ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് കരുതുക. അല്ലല്ലോ, അല്ല, അത്രയും പാമ്പൊന്നും നീ ചെയ്തിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ പറയുകയാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് വെച്ചാൽ എൻ്റെ മുൻപിൽ, എൻ്റെ പിറകിൽ. ഈശോയുടെ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് പറയണേ, എൻ്റെ മുൻപിൽ, എൻ്റെ പുറകിൽ, എൻ്റെ കൂടെ സദാസമയം. എന്നാലും ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കുക. എൻ്റെ കൂടെ നിൽക്കാമെന്ന് പ്രോമിസ് ചെയ്ത ഒരാളാണ്. എൻ്റെ കൂടെ നിൽക്കാം. എനിക്ക് ആരുമില്ലാത്തപ്പോഴും, എന്നെ കേൾക്കാനോ കാണാനോ ആരുമില്ലാത്തപ്പോഴും, എന്നെ സഹായിക്കാൻ, എനിക്ക് വിശ്വസിക്കാൻ ആരുമില്ലാത്തപ്പോഴും ആരെൻ്റെ കൂടെയുണ്ട്? ഈശോ എൻ്റെ കൂടെയുണ്ട്. ഇപ്പം ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. ഒരു കടമായിരിക്കാം, രോഗമായിരിക്കാം, നമ്മുടെ ഒരു പാപമായിരിക്കാം, നമുക്ക് ഉത്തരം കിട്ടാത്തൊരു പ്രാർത്ഥനയായിരിക്കാം, നമ്മൾ തോറ്റു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം, ഒരു പടുകുഴി ആയിരിക്കാം. ഈശോയുടെ പ്രോമിസ് ഇതാണ്, ഞാൻ കൂടെ കാണും. ആ പ്രോമിസാണ് നമ്മളെ ശക്തിപ്പെടുന്നത്. ഹീസ് വിത്ത് മീ, എൻ്റെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അച്ഛൻ്റെ മുമ്പിൽ ഒരു എക്സാമ്പിൾ പറയാണ്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കടം നിൽക്കുകയാണ്. ഇല്ല, ഒരു 10 ലക്ഷം രൂപയുടെ കടം നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു രോഗം നിൽക്കുകയാണ്. രണ്ടും എൻ്റെ മുമ്പിൽ എനിക്ക് മുമ്പോട്ട് പോകാനൊരു തടസ്സമാണ്. കിട്ടുന്നുണ്ടോ? എൻ്റെ കൂടെ അപ്പോഴും ആരുണ്ട്? ഈശോ ഉണ്ട്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ 10 ലക്ഷം രൂപ കടം എൻ്റെ മുമ്പിലാണോ നിൽക്കുന്നത്, അതോ ഞങ്ങളുടെ മുമ്പിലാണോ? ഞാൻ എന്നാ തല്ലിപ്പൊളി ആയാലും, ഞാൻ എത്ര തവണ ഇങ്ങനെ തള്ളി മാറ്റിയാലും എന്നെ വിട്ടേച്ച് പോവുകയില്ലാത്ത ഒരാളാണ്. കിട്ടുന്നുണ്ടോ? ഒരു മനുഷ്യൻ എന്നെ വിട്ടുപോയേക്കാം. ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ വിട്ടുപോകും, അല്ലേ? ഞാൻ ചതിച്ചാൽ ചിലപ്പോൾ എന്നെ വിട്ടുപോകും. ഞാൻ 2 ചീത്ത പറഞ്ഞാൽ, ഞാൻ ഉപദ്രവിച്ചാൽ എന്നെ വിട്ടുപോകും. ഈശോ അങ്ങനെയാണോ? ഇല്ല. നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഓർത്താൽ മതി. ഈശോയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ഈശോയെ പറ്റിച്ചിട്ടുണ്ട്. വിട്ടുപോവോ? ഇല്ല, പോവില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ ചിന്തിക്കുക, അച്ഛൻ്റെ മുമ്പിൽ ഒരു 10 ലക്ഷം രൂപയുടെ കടം ഇപ്പം നിൽക്കുകയാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലാണ് തടസ്സം. ഓർത്തേക്കുക, നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് ഒരാൾ പ്രോമിസ് ചെയ്തേക്കാണ്. അങ്ങനെയെങ്കിൽ
അച്ഛൻ്റെ മുമ്പിലുള്ള ഈ 10 ലക്ഷം കടം, ഈശോയിൽ വിശ്വാസത്തിൽ എൻ്റെ സന്താനങ്ങളായ നിങ്ങളുടെ മുമ്പിലുള്ള ആ കടം, ആ രോഗം, ഇത് നിങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്, എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അതോ ഞങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഞങ്ങളുടെ മുമ്പിൽ. കിട്ടുന്നുണ്ടോ? ഒറ്റയ്ക്കല്ല ഞാനിവിടെ ഈ തടസ്സത്തിൻ്റെ മുമ്പിൽ. ഈശോയുടെ വചനമുണ്ട് മത്തായി 11 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ ആശ്വസിപ്പിക്കാം. അടുത്ത വാക്കിങ്ങനെയാണ്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാള പൂട്ടുന്നൊന്നും അധികം കാണാറില്ല, പക്ഷേ നുകം നിങ്ങൾ ശ്രദ്ധിക്കണം. നുകം ഒരു കാളയുടെ പുറത്തല്ല വെക്കുന്നത്, 2 കാളയുടെ പുറത്താണ് വെക്കുന്നത്. ഈശോ പറയാണ് എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഭാരം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ആ നുകത്തിൻ്റെ, ആ ഭാരത്തിൻ്റെ ഒരറ്റം ഈശോയുടെ തോളിൽ, മറ്റേ അറ്റമേ ഉള്ളൂ എൻ്റെ തോളിൽ. കിട്ടുന്നുണ്ടോ? ഈ ഭാരമേറിയിട്ടും ഈ കടം കൂടിയിട്ടും ഈ രോഗം വന്നിട്ടും നമ്മളിപ്പോഴും വീഴാത്തതിൻ്റെ കാരണം ഇപ്പോഴും ഒരറ്റം ഈശോയുടെ തോളിലാണ്. പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ തടസ്സം, ഈ ബുദ്ധിമുട്ട് ശരിക്കും എൻ്റെ മുമ്പിലല്ല, എൻ്റെ മുമ്പിലാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിരാശപ്പെട്ട് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ മുമ്പിലാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. താങ്ക് യു. എൻ്റെ മുമ്പിലുള്ള എല്ലാ തടസ്സവും ഈശോ മാറ്റട്ടെ. 5 മിനിറ്റ് എൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിലല്ല, ഈശോയുടെ വചനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സഹായിച്ചൻ. പലതോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ മുമ്പിൽ ഈ തടസ്സം, നമ്മുടെ മുമ്പിൽ എന്ന് വെച്ചാൽ എൻ്റെയും ഈശോയുടെ മുമ്പിൽ. സുന്ദരമായ ഒരു വചനമുണ്ട് ഈ ഏശയ്യ 49 അധ്യായത്തിലാണ് ഓർമ്മ. ചാടി ഒന്ന് പെട്ടെന്ന് നിന്നെടുത്ത് ഏശയ്യ 49. പണ്ട് കുഞ്ഞിലൊക്കെ നമ്മൾ വായിച്ച ഒരു വചനമാണ്. അതിനകത്ത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ കാര്യം കൂടിയുണ്ട്. ചെറുപ്പത്തിൽ വായിച്ച വചനങ്ങളിലൊന്നായിരിക്കും അത്. ഏശയ്യ 49 അതിൻ്റെ 16 വാക്യം എടുക്കാമോ? ഏശയ്യ 49:16. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി. ചെറുപ്പത്തിൽ വായിച്ചല്ലേ? ഓർക്കുന്നുണ്ടോ? ക്രിസ്ത്യൻ ധ്യാനത്തിലൊക്കെ എന്നിട്ട് നമ്മളെ കൊണ്ട് ധ്യാനിപ്പിച്ച ആളിങ്ങനെ എഴുതിപ്പിച്ചു, പേരെഴുതിപ്പിച്ചു. നിങ്ങൾ എഴുതിപ്പിച്ചോന്ന് അറിയത്തില്ല. ഞാൻ ക്രിസ്ത്യൻ ധ്യാനം പല സ്ഥലങ്ങളിൽ കൂടി കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ ഒരു സ്ഥലത്ത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് ഒരു ബ്രദറാണ് ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത് ഈശോയുടെ കൈ, ഇത് ഈശോയുടെ കൈ, ഇത് ഈശോയുടെ വിരൽ. കുഞ്ഞു പിള്ളേരെയൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ, മൂക്കാരുടേത് നിൻ്റെ പോലത്തെ നത്തു മൂക്കല്ലടേ, ഈശോയുടെ മൂക്ക്, നല്ല മൂക്ക്, നല്ല കണ്ണ്. ആരുടെ കണ്ണ്? ഈശോയുടെ കണ്ണ്. അപ്പോൾ ബ്രദറിൻ്റെ പേര് ഞാൻ ഓർക്കില്ല. പണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടപ്പുണ്ട്. ഇത് ഈശോയുടെ കൈ, ഇത് ഈശോയുടെ വിരൽ. എന്നിട്ട് ഞങ്ങളെല്ലാവരും ധ്യാനിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പിള്ളേരെ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിച്ചു നമ്മുടെ പേര്. ജിൻസ് കുട്ടൻ, അല്ല അതല്ല എൻ്റെ പേര്, എന്നാൽ ജിൻസ്. എന്നിട്ട് പറയാണ്, ആരെഴുതിയേ? കൈ ഈശോടത്, വിരൽ ഈശോടത്. ആരെഴുതി? ഈശോ എഴുതി. നമ്മളിപ്പോൾ ക്രിസ്റ്റീനിന്ന് ടീൻ വെച്ച് കയറി ഇങ്ങ് എത്തി, നല്ല മൂത്തു, 10 തവണ ക്രിസ്റ്റീനായി നമ്മൾ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലോട്ട് വേണ്ട ഒരു ബോധ്യം, എൻ്റെ പേര്, എൻ്റെ വ്യക്തിത്വം, എൻ്റെ ജീവിതം മുഴുവൻ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ആര്? ഈശോ. തൊട്ടടുത്ത വാക്യാണ് വളരെ പ്രധാനപ്പെട്ടത്, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. വചനം ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ആ വചനം ഇങ്ങനെ പറയണം, പലതരം നെഞ്ചോട് ചേർത്ത് പിടി, പറ, എൻ്റെ മതിലുകൾ എപ്പോഴും കർത്താവിൻ്റെ മുൻപിലുണ്ട്. നല്ല ശ്രദ്ധയോടിരിക്കണം. നിൻ്റെ മതിലുകൾ എൻ്റെ മുമ്പിലുണ്ടെന്ന് ഈശോ പറയുമ്പോൾ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആ വചനമായിട്ട് ചേർത്ത്, ആ ഒരു ഭാഗമായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കണം. ഈ കടം ഒരു മതിലാണ്, ശരിയാണോ? ഈ വീട്ടിലെ ക്രൈസിസ് ഒരു മതിലാണ്. കാരണം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഇവിടെ വന്ന് ഇടിച്ചു നിൽക്കുകയാണ്. ചാടിക്കിടക്കാനുള്ള ആരോഗ്യമില്ല, ഇടിച്ച് തകർക്കാനുള്ള ആരോഗ്യമില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, ഒരു ഗേറ്റ് തുറന്നു തരാൻ ആളില്ല, ഇതിൻ്റെ അപ്പുറം എന്നാന്ന് എനിക്ക് അറിയത്തുമില്ല. കിട്ടുന്നുണ്ടോ? മുമ്പിലൊരു തടസ്സം വന്ന് നിൽക്കുകയാണ്. ഇപ്പം ഈ കടം മാറിയാൽ അടുത്തത് എന്ത് അറിയില്ല. ഇപ്പോൾ മാറി നിന്ന ഒരാൾ തിരിച്ചു വന്നാൽ നാളെ ഇട്ടേച്ച് പോവോ അറിയില്ല. ഇന്ന് ഈ പരീക്ഷ ജയിച്ചു, അടുത്ത പരീക്ഷ ജയിക്കുമോ അറിയില്ല. ഇപ്പം മുമ്പിലുള്ള ഈ ക്രൈസിസ്, നിങ്ങളീ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, നിങ്ങളീ മുറിഞ്ഞു നിൽക്കുന്നത് ഒരു മതിലാണ്. ആ മതിലിൻ്റെ അടുത്ത് നിന്നിങ്ങനെ എന്നാ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈശോ പറയാണ്, നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിൻ്റെ മതിലുകൾ എൻ്റെ മുമ്പിലുണ്ട്. കിട്ടുന്നുണ്ടോ? ഈ മതിൽ എൻ്റെ മുമ്പിൽ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചാടിക്കിടക്കാൻ പറ്റില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഒരാൾ അടുത്ത് നിന്ന് പറയാണ്, നീ ഒറ്റയ്ക്കല്ല, ഞാനിവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് നിൻ്റെ മുമ്പിലുള്ള മതിൽ എൻ്റെ മുമ്പിലുണ്ട്. കിട്ടുന്നുണ്ടോ? നിനക്ക് ചാടിക്കിടക്കാൻ പറ്റില്ല, ഞാൻ എടുത്തുയർത്തി അപ്പുറം എത്തിക്കാം. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദാവീദിൻ്റെ സുന്ദരമായ സങ്കീർത്തനങ്ങളൊന്നാണ് 18-ാമത്തെ സങ്കീർത്തനം. പെട്ടെന്നെടുത്ത് സങ്കീർത്തനം 18 അതിൻ്റെ 20
8 മുതലുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 18, 28 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനം 18, 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? കിട്ടിയോ? പെട്ടെന്ന് എടുത്ത്. അങ്ങെൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. മുമ്പേ പറഞ്ഞ വാക്ക് കോട്ട, മതില്, തടസ്സം, ഇരുട്ട്, എല്ലാം 130 സങ്കീർത്തനത്തിലെ ഇരുട്ട്. ഈ ഇരുട്ടിൽ എനിക്കൊരാൾ ദീപം കൊളുത്തുന്നു. ആര്? എനിക്ക് പ്രകാശം തരുന്ന ഒരാൾ. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ കോട്ട ചാടിക്കിടക്കും. നമുക്ക് ഈ ക്രൈസിസ് ഇത്ര വലുതാവുന്ന എപ്പോഴാണ്? ഇതെന്നാ ചെയ്യും, ഞാൻ എന്നാ ചെയ്യും, എന്നെ സഹായിക്കാൻ ആളില്ല, എനിക്ക് അത്ര വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അത്ര വലിയ ആൾബലം എനിക്കില്ല, അവർക്ക് ആ കൂട്ടുകാരുണ്ട്, ഇവരെ സഹായിക്കാൻ ബന്ധുക്കളുണ്ട്, എന്നെ സഹായിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ, ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോലും ഒരാളില്ല, എൻ്റെ ഈ വിഷമം മനസ്സിലാക്കുന്ന ഒരാളില്ല. പക്ഷേ അവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു സഹായം എനിക്ക് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഈ ബോധ്യം കിട്ടുകയാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ മതിലുകളുണ്ട്, എൻ്റെ കോട്ടകളുണ്ട്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന സൈന്യനിരയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടകൾ ചാടിക്കിടക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇനിയും വിഷമിച്ചിരിക്കാം, എന്നെ ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട്. പക്ഷേ ഈ ബോധ്യം ഉള്ളിലോട്ട് നിറഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിച്ചിരിക്കാൻ പറ്റില്ല. പ്രത്യാശ മാത്രം. കാരണം നമ്മുടെ പ്രത്യാശ ആരാണ്? ഈശോ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈശോ ഉണ്ട്, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ എല്ലാ ഇരുട്ടിലും, എൻ്റെ എല്ലാ മതിലുകൾക്ക് മുമ്പിലും, എൻ്റെ എല്ലാ അന്ധകാരത്തിലും, എൻ്റെ എല്ലാ തിരമാലകൾക്ക് മുമ്പിലും, എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്ക് മുമ്പിലും എൻ്റെ കൂടെ ഒരാൾ ഉണ്ട്. മുൻപിലും പിൻപിലും എനിക്കൊരാൾ കാവൽ നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. എൻ്റെ കുടുംബം ഇതിനെ അതിജീവിക്കും. എൻ്റെ ശരീരം ഈ രോഗത്തെ അതിജീവിക്കും. ഈ പരാജയത്തെ, സങ്കടങ്ങളെ എല്ലാം അതിജീവിക്കും. കൂടെ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല, കൂട്ടുകാരനല്ല, കൂട്ടുകാരിയല്ല, സർവ്വത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സോ ആ ഒരു പ്രത്യാശ എല്ലാ സമയത്തും, ഇപ്പം ഈ ഒരു കുറച്ച് നേരം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഇത് ശരിക്കും ഫലമണിയേണ്ട ഒരു സമയമുണ്ട്. ഇപ്പം എന്താണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കണേ? വിത്തിട്ട് തരികയാണ്. ശരിയാണോ? നമ്മൾ ഏതൊരു വചനം കേൾക്കുമ്പോൾ ശരിക്കും വിത്തിടുകയാണ്. ഇതവിടെ കിടക്കും. ഇടയ്ക്കിടയ്ക്ക് ആ വചനം പിന്നെ ധ്യാനിക്കുമ്പോൾ കുറച്ച് വളവാകും. ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കുമ്പോൾ തടവൊരുക്കും. ഇത് സ്പ്രൗട്ട് ചെയ്ത് ഫലം ചൂടുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്ക് നല്ല വെട്ടും കുത്തും ചവിട്ടും ഒക്കെ വരുമ്പോൾ. ഇപ്പം ഈ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കടമില്ലായിരിക്കും, രോഗമില്ലായിരിക്കും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ല. പക്ഷെ വിത്തിട്ട് കഴിഞ്ഞു. ഇത് ഫലം ചൂടും. ഇതിൻ്റെ റിസൾട്ട് വരുന്ന എപ്പോഴാണ്? ഇങ്ങനെ ഒരു ക്രൈസിസിനെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഈ വീണ വചനമാകുന്ന വിത്ത് ഫലം ചൂടും. അവിടെ നിങ്ങളെ തോൽപ്പിക്കാൻ മനുഷ്യരോ പിശാചോ സാഹചര്യങ്ങളോ രോഗങ്ങളോ വേദനകളോ ലോകം മുഴുവൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു മതിലാൻ നിൽക്കുമ്പോഴും നിങ്ങളുടെ അടുത്ത് ഫലം ചൂടി നിൽക്കുന്ന ഒരു വചനം ഉണ്ടാകും. ഈശോയുടെ സാന്നിധ്യം തരുന്ന ആ ശക്തി ഉണ്ടാകും. ആ ശക്തിയിൽ ഈ കോട്ടകളെ നിങ്ങൾ ചാടിക്കടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയായ ഈശോ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും ഈ സഹനങ്ങളുടെ സമയത്ത്, നിങ്ങൾക്ക് ഈ സഹനം എന്നൊക്കെ പറയുമ്പോഴത്തേനും മനസ്സിലാവുമല്ലോ, ഈ സഹനങ്ങളുടെ സമയത്താണ് ശരിക്കും നമ്മൾ ആ പ്രസൻസ് ഫീൽ ചെയ്യേണ്ടത്. എല്ലാം ഓക്കെ ആയിരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമുക്ക് ഈശോയെ ചിലപ്പോൾ നമ്മൾ മറന്നു തന്നെ പോയേക്കും. ശരിയാണോ? ചിലപ്പോൾ അല്ലേ, ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ഈശോയെ ഓർക്കുക പോലും ഉണ്ടാവില്ല. നിങ്ങൾ ഈ ജോസഫൈൻ ബക്കീത്ത എന്ന് പറഞ്ഞൊരു വിശുദ്ധയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ജോസഫൈൻ ബക്കീത്ത നമ്മുടെ ഈ കാലഘട്ടത്തിലെ വിശുദ്ധയാണ്. നമ്മുടെ 2000-ലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. സുഡാൻ എന്നൊരു രാജ്യം കേട്ടിട്ടുണ്ടോ? സുഡാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ 1869-ലാണ് ഈ ജോസഫൈൻ ബക്കീത്ത എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺകുട്ടി ജനിക്കുക. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇച്ചിരി എക്സ്ട്രീമായ പ്രവർത്തനങ്ങൾ കാരണം അടിമ കച്ചവടങ്ങൾ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. ആ മതവിഭാഗത്തെ വിശ്വസിക്കാത്ത സകലരെയും അടിമകളായിട്ട് വിറ്റ് കളയുക, ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ കൊന്നുകളയുക എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ജോസഫൈൻ ബക്കീത്ത ജനിക്കുന്ന ഒരു കാലത്ത്. 9 വയസ്സുള്ളപ്പോൾ ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ചൊക്കെ പിന്നീട് ബെനഡിക്റ്റ് പാപ്പയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബെനഡിക്റ്റ് പാപ്പയൊക്കെ ആളുകളെക്കുറിച്ച് വളരെ ചുരുക്കം എഴുതാറുള്ളൂ. പക്ഷേ സഭാപിതാക്കന്മാരെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴും ഇങ്ങനെ വളരെ കുറച്ച് വ്യക്തികളെക്കുറിച്ച് പറയുള്ളൂ. പക്ഷേ ബെനഡിക്റ്റ് പാപ്പ പോലും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ആളാണ് ഈ ജോസഫൈൻ ബക്കീത്ത. ഒരു പെങ്കൊച്ചാണ്. 9 വയസ്സുള്ളപ്പോൾ തന്നെ ആദ്യമായിട്ട് അടിമയായിട്ട് വിൽക്കപ്പെട്ടു. അടിമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത്, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാളെ
നമ്മളിങ്ങനെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ മേടിക്കുകയാണ്. മുറ്റം അടിച്ചു വരാനോ പാത്രം കഴുകുക എന്നുള്ളതല്ല, ലിറ്ററലി സെക്ഷുവൽ സ്ലേവ്, ഒരു ലൈംഗിക അടിമയായിട്ട് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു മെയിൻ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഉദ്ദേശം പാത്രം കഴുകുക, അരി കഴുകുക, ചൂല് മിറ്റമടിച്ച് വാരുക. നോ, സിറ്റുവേഷൻ വേറെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വേദനയാണ്. സെക്സ് സ്ലേവ്. 9 വയസ്സ് ഒന്നും അവർക്കൊരു ഇഷ്യൂ അല്ല. അതായിരുന്നു അവിടുത്തെ സാഹചര്യം. പിന്നീട് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഫ്രീ കിട്ടുമ്പോൾ നെറ്റിലേക്ക് ഒന്ന് അടിച്ചു നോക്കുക ജോസഫൈൻ ബക്കീത്തെക്കുറിച്ച്. സുഡാൻ എന്ന രാജ്യത്തിൻ്റെ മധ്യസ്ഥ കൂടിയാണ്, അഭയാർത്ഥികളുടെ മധ്യസ്ഥ, ഇങ്ങനെ അടിമപ്പെട്ടു പോകുന്നവരുടെയൊക്കെ മധ്യസ്ഥയാണ്. ജോസഫൈൻ ബക്കീത്ത് ഇങ്ങനെ 9ാമത്തെ വയസ്സിലാണ് ഈ അടിമയായിട്ട് വിൽക്കപ്പെടുക. പല സാഹചര്യങ്ങളുണ്ട്. ചില എഴുത്തുകളിൽ ഇങ്ങനെ കണ്ടു, അവളുടെ ദാരിദ്ര്യം കാരണം പേരൻസ് തന്നെ വിറ്റുവെന്ന്. പത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ കാലത്ത് പോലും ഇത് വായിക്കുന്നുണ്ടല്ലേ. മാതാപിതാക്കൾ മക്കളെ വിറ്റ് കളയുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്, ദാരിദ്ര്യം കാരണം. ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഇവള് വിൽക്കപ്പെട്ടു. ഒരു 10-11 വയസ്സിനുള്ളിൽ തന്നെ 5-6 ആളുകളിലേക്ക് കൈമാറി വിൽക്കപ്പെട്ടു. ഈ പുരുഷ യജമാനന്മാർ വളരെ ക്രൂരമായിട്ട് ഉപയോഗിക്കുകയും യജമാനത്തിമാർ വളരെ വളരെ ദേഷ്യത്തോടെ ഇവളോട് പെരുമാറുകയും ചെയ്തു. അന്നത്തെ ഒരു അടിമ സാഹചര്യങ്ങളിൽ ഇതെല്ലാം ചെയ്തിരുന്നു. എന്തിനാണെന്നറിയോ? ഈ അടിമ പെങ്കൊച്ചിനെ ഇങ്ങനെ ബ്രൂട്ടലായിട്ട് ഉപയോഗിക്കുകയാണ് ഈ പുരുഷ യജമാനൻ. ഈ ചേച്ചിക്ക് വേറൊരു തരത്തിലുള്ള ദേഷ്യമാണ് ഈ പെണ്ണിനോട്, ഈ കൊച്ചിനോട്. വളരെ ക്രൂരമായിട്ട് ഈ കൊച്ചിനെ ഉപദ്രവിക്കുകയാണ്. ജോസഫൈൻ ബക്കീത്തയുടെ ഈ എഴുത്തുകളെയൊക്കെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, അവൾക്കൊരിച്ചിരി ആരോഗ്യം വന്നൊരു സമയത്ത് അവളുടെ ആ കുഞ്ഞു ശരീരത്തിൽ 144-ലധികം സ്കാർസ്, മുറിവുകൾ, കീറിപ്പറഞ്ഞ മുറിവുകൾ. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ട് ഷി വാസ് റേപ്ഡ്, ഷി വാസ് മിസ്യൂസ്ഡ്, ഷി വാസ് ബീറ്റൺ. ക്ഷതം ഏൽപ്പിക്കപ്പെട്ട് ചതച്ച് കളഞ്ഞു ഈ കുഞ്ഞു പെങ്കുച്ചൻ, അത്ര ക്രൂരമായിട്ട്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഈ ഒരു 5-6 യജമാനത്തിമാർ ഇങ്ങനെ മാറി മാറി അവസാനം ഇറ്റലിയിലെ ഒരു മെർച്ചൻ്റ്, ഒരു കച്ചവടക്കാരൻ ഇവളെ പിന്നീട് മേടിക്കുന്നുണ്ട്. അപ്പം സാഹചര്യങ്ങളൊക്കെ മാറുന്നു. ഒരു ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇവളെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഈ കലിസ്തോ ലഗ്നാനി അങ്ങനെ കണ്ടാണ് ഇയാളുടെ പേര്, ഈ യജമാനൻ്റെ പേര്, ഈ ഇറ്റാലിയൻ യജമാനൻ്റെ പേര്. ഇയാളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഈശോയെക്കുറിച്ച് കേൾക്കുകയാണ്. ജോസഫൈൻ ബക്കീത്ത ഒരു ക്രിസ്ത്യൻ അല്ല, അവൾ മതം മാറ്റപ്പെട്ട ഒരു കുഞ്ഞാണ്, അടിമപ്പെട്ട ഒരു കുഞ്ഞാണ്. അവൾ പക്ഷെ ഇവിടെ വെച്ച് മറ്റൊരാളെക്കുറിച്ച് കേൾക്കുകയാണ്. ആ ആളെക്കുറിച്ച് അവൾ കേട്ട ആദ്യത്തെ വാക്കുകളൊന്നും ഇതാണ്, ലോർഡ്, LORD. മലയാളത്തിൽ ദൈവം എന്നല്ല, കർത്താവ് എന്നൊരു സ്പിരിച്വൽ സെൻസ് നമ്മൾ ഉപയോഗിക്കും. മറ്റൊരു വാക്ക് നാഥൻ, യജമാനൻ, മേലാൾ. അവളുടെ മാതൃഭാഷയിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം, പാരൻ, PARON, പാരൻ, യജമാനൻ. ഇവൾ ഈശോയെക്കുറിച്ച് കേൾക്കുകയാണ്. ആ ഈശോയെക്കുറിച്ച് അവൾ കേട്ട ആദ്യത്തെ വാക്കുകളൊന്ന് ഹീസ് ലോർഡ്, നാഥനാണ്. നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടല്ലേ. തോമസ് ലീഹ ഈശോയെ ഉദ്ധാനത്തിന് ശേഷം കണ്ടപ്പോൾ എന്നെ വിളിച്ചേ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ നാഥൻ, ലോർഡ്. ഇവൾ ഈശോയെക്കുറിച്ച് കുഞ്ഞായിട്ട് കേൾക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽ നിന്ന്, ആ വീട്ടിൽ നിന്നൊക്കെ. ഇവിടെ വെച്ച് ഈ ഏറ്റവും ഇരുട്ടിൽ, ഏറ്റവും തിരസ്കൃതയായിട്ട് നിൽക്കുന്ന സമയത്ത്, ശരീരവും മനസ്സും എല്ലാം തകർന്ന് കീറി മുറിഞ്ഞ് ക്ഷതമേൽപ്പിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇവളൊരു പുതിയ യജമാനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഒരു പേരൻ, ഒരു പുതിയ ലോർഡ്, ഒരു പുതിയ യജമാനൻ, ഈശോ. അവൾ ഈശോയെക്കുറിച്ച് ഇങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പലരും ആ സമയത്ത് അവളെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇവളൊരാളെ, ഈ ഈശോയെ വ്യത്യസ്തമായിട്ട് കാണുന്നതാണ്. മറ്റ് യജമാനന്മാരിൽ നിന്ന് ഈ യജമാനൻ വ്യത്യാസമുണ്ട്. മറ്റ് യജമാനന്മാർ എന്നെ പീഡിപ്പിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ കീറി മുറിച്ചു. ഈ യജമാനൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തർ പറഞ്ഞേ ഹല്ലേലൂയാ. ജോസഫൈൻ ബക്കീത്തയുടെ ഉള്ളിലോട്ട് ആ ഇരുട്ടിൽ വെച്ച് ഒരു വെളിച്ചം കയറുകയാണ്. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന്. ഈ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ, ഈ മാറി മാറി വിൽക്കപ്പെട്ടപ്പോൾ, ഓരോ അടിയും എൻ്റെ ദേഹത്ത് വന്ന് വീണ് എൻ്റെ ദേഹത്തേക്കാൾ അധികം എൻ്റെ മനസ്സിനെ കീറി മുറിക്കുമ്പോഴും എന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്ര ബ്രോക്കണായിട്ട് നിൽക്കുമ്പോൾ, ഇത്ര കീറി നിൽക്കുമ്പോൾ, എന്നെ സഹായിക്കാൻ ആരുമില്ല, വിറ്റു എന്ന് കരുതുന്ന ആ പേരൻസ് ഇല്ല, സഹോദരങ്ങളില്ല, നാടില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ശരീരം കീറി നിൽക്കുന്ന ഈ സമയത്തും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. ആ സ്നേഹം അവൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? ഈശോയെക്കുറിച്ച് അവൾ വായിച്ചപ്പോൾ കേട്ടത് ഇങ്ങനെയാണ്. വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഈശോയല്ല, അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഈശോയല്ല,
കീറി മുറിക്കപ്പെട്ട ഈശോ. ഇതാണ് ജോസഫൈൻ ബക്കീത്തയെ മാറ്റിമറിച്ച ഈശോയുടെ ഫിഗർ. മലമുകളിൽ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈശോയല്ല, അപ്പം വാഴ്ത്തി 5000 പേർക്ക് കൊടുത്ത ഈശോയല്ല, മുടന്തനെ സൗഖ്യപ്പെടുത്തിയ ഈശോയല്ല, മരിച്ചവരെ ഉയർപ്പിച്ച ഈശോയല്ല. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെപ്പോലെ ഒരു യജമാനൻ അത് ഈശോ മാത്രം. കാരണം എനിക്ക് 144 മുറിവുകളുണ്ടെങ്കിൽ അതിനേക്കാൾ മുറിവേറ്റ ഒരാൾ, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ, ഞാൻ ഒറ്റുകൊടുക്കപ്പെട്ടെങ്കിൽ, ഞാൻ വിൽക്കപ്പെട്ടെങ്കിൽ, എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട, ഒറ്റുകൊടുക്കപ്പെട്ട, എന്നെപ്പോലെ 30 വെള്ളിക്കാശിന് വിറ്റുപോയ ഒരാൾ, എന്നെപ്പോലെ ചവിട്ടും തൊഴിയുമേറ്റ ഒരാൾ, എന്നെപ്പോലെ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ, എന്നെപ്പോലെ ചോര വാർന്ന ഒരാൾ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. അതെൻ്റെ യജമാനൻ, എന്നെപ്പോലൊരു യജമാനൻ, എനിക്ക് എന്നെപ്പോലെ മുറിഞ്ഞ ഒരാൾ. ജോസഫൈൻ ബക്കീത്ത് ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ആം ലവ്ഡ്, ഐ ആം ലവ്ഡ്. ആ ഇരുട്ടിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് ജോസഫൈൻ ബക്കീത്ത് പറയാണ്, ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു, ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടും. എന്നെ ഇപ്പോഴും ഒരാൾ കാത്തിരിക്കുന്നു, എന്നെ ഇപ്പോഴും ഒരാൾ കാണുന്നു. ഈശോ അവളിങ്ങനെ എഴുതി വെക്കാണ്, മൈ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ജീവിതം നല്ലതാണെന്ന്, കാരണം ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. ഐ ആം സ്റ്റിൽ ലവ്ഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ആരും അടിമകളാക്കി വെച്ചിട്ടില്ല, നമ്മളാരും വിൽപ്പനച്ചരക്കായിട്ടില്ല, നമ്മളെ ആരും 144 മുറിവുകൾ തന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഒരു സഹനത്തിൽ, ഒരു രോഗത്തിൽ, ഒരു തെറ്റിദ്ധാരണയിൽ, ഈ ഇരുട്ടിൽ കിടന്ന് നമ്മൾ പറയാണ്, ഈശോ എന്നെ കൈവിട്ടു, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ കൂടെ ആരുമില്ല. ജോസഫൈൻ ബക്കീത്തൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്, ഇവിടെ യു ആർ ലവ്ഡ്, നിന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട്, ആൻഡ് ഹീസ് വിത്ത് യു. നിനക്ക് വേണ്ടി മുറിവേറ്റ ഒരാൾ, നിന്നെപ്പോലെ മുറിവേറ്റ ഒരാൾ. പലരും എടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 1890-കളിൽ, എൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ 1890-ൽ ജോസഫൈൻ ബക്കീത്ത മാമോദീസ സ്വീകരിക്കുകയാണ്. അവൾക്ക് ഒറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ, എന്നെ കഴുകി ശുദ്ധിയാക്കുന്ന ഒരാളിൽ ഞാനും കഴുകപ്പെടണം, സ്നാനപ്പെടണം. അങ്ങനെ അവൾ സ്നാനപ്പെടുകയാണ്, മാമോദീസ മുങ്ങാണ്. 1896 എൻ്റെ ഓർമ്മ. ഇറ്റലിയിലെ ഒരു സന്യാസ സമൂഹമാണ്, കനോസിയൻ സന്യാസ സമൂഹം, ഒരു കോൺഗ്രിഗേഷൻ്റെ പേരാണ്. ഈ കനോസിയൻ സന്യാസ സമൂഹത്തിൽ ജോസഫൈൻ ബക്കീത്ത പേര് കൊടുക്കും. അവൾ പേര് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞ പ്രഖ്യാപനത്തിലേ ഉള്ളൂ, എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവസാനം വരെ സ്നേഹിക്കാൻ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു. എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവസാനം വരെ സ്നേഹിക്കാൻ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു. ഇനി ഈ കനോസിയൻ സന്യാസ സമൂഹത്തിൽ ഒരു സിസ്റ്ററായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഈ വിശുദ്ധയായ സിസ്റ്റർ മരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒത്തിരി പേര് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നു. 2000 ജോൺ പോൾ പാപ്പ ഈ കൊച്ചു സന്യാസിനിയെ, ഈ അടിമ സ്ത്രീ ആയിരുന്നവളെ, ഈ കീറി മുറിക്കപ്പെട്ടവളെ സഭയിലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച് ഉയർത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2007 ബെനഡിക്ട് പാപ്പ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചാക്രിക ലേഖനം എഴുതുമ്പോൾ, സ്പേ സാൽവി സേവ്ഡ് ബൈ ഹോപ്പ്, പ്രത്യാശയിൽ രക്ഷ എന്നുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങളൊന്ന്, 2ാമത്തെ ചാക്രിക ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പ്രത്യാശയുടെ ഉദാഹരണങ്ങളായിട്ട് എടുത്തു കാണിക്കുന്ന 1-2 പേരുണ്ട്. അതിലൊന്ന് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് കിരാതഭരണത്തിൻ്റെ കീഴിൽ വീട്ടുതടങ്കലിലായിപ്പോയ കർദിനാൾ വാൻ തുവാൻ. 2ാമത്തെ പ്രധാനപ്പെട്ട ഒരാൾ ഈ കൊച്ചു പെണ്ണാണ്, ജോസഫൈൻ ബക്കീത്ത. സഹനത്തിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രത്യാശയുടെ ഉത്തമ ഉദാഹരണങ്ങൾ ഒന്നായിട്ട് കാണിച്ചു വെച്ചേക്കാണ് ജോസഫൈൻ. വലത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പെങ്കൊച്ചിന്, ഈ സന്യാസിനിക്ക്, അവൾ അടിമയായിരുന്ന ഒരു കാലത്ത്, എല്ലാം കീറി മുറിക്കപ്പെട്ട സമയത്ത് പിടിച്ചു നിൽക്കാൻ ബോധം കിട്ടിയത് ഒരൊറ്റ കാര്യത്തിലാണ്, എന്നെ കാത്തിരിക്കുന്ന ഒരാൾ. കിട്ടുന്നുണ്ടോ? നമുക്കിപ്പോൾ വീട്ടിലോട്ട് ഓടിച്ചെല്ലാൻ, നമുക്ക് ആശ്രയത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഓടിച്ചെല്ലാൻ ഒറ്റ കാരണം ഉണ്ടാകണം, ആരോ ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇല്ലേ നമ്മൾ ഓടിച്ചെല്ലുമോ? ഒരു വിഷമത്തിൻ്റെ സാഹചര്യത്തിൽ ഒരാളുടെ അടുത്തേക്കോ ഒരു സ്ഥലത്തേക്കോ നിങ്ങൾ ഓടിച്ചെല്ലുന്നതിൻ്റെ കാരണം അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ചിരിക്കുന്ന സങ്കടം ഇതാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം കാത്തിരിക്കാൻ ഒരാളില്ലെന്ന്. നിങ്ങളുടെ ജീവിത പങ്കാളി ഇല്ല, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്കില്ല. നിങ്ങൾ ഏത് സഹായത്തിനും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നവർ ഇന്ന് നിങ്ങളുടെ അടുത്തില്ല. യു ടോട്ടലി അലോൺ, ടോട്ടലി ഡെസ്പറേറ്റ്, ലോസ്റ്റ്. ജോസഫൈൻ ബക്കീത്തയോട് ചേർന്ന് പറയണം, സ്റ്റിൽ ഐ ആം ലവ്ഡ്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാൾ എനിക്കുണ്ട്, ഈശോ. അത് ഇന്ന് ഈ ലോകത്തിലെ ചില സഹനങ്ങൾ കഴിയുന്നത് വരെ കാത്തിരിക്കുന്ന ഒരാളല്ല,
എനിക്ക് വേണ്ടി നിത്യമായി കാത്തിരിക്കുന്ന ഒരാൾ, ഞാൻ ഈ ലോകത്തിൻ്റെ സഹനങ്ങളെ, വേദനകളെ, രോഗങ്ങളെ എല്ലാം അതിജീവിച്ച് ഈ പാപത്തെയും പിശാചിനെയും എല്ലാം തോൽപ്പിച്ചോടിച്ച് അങ്ങ് ചെല്ലുന്നത് വരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ, നിത്യജീവനിൽ എനിക്കൊരു കൂടാരമൊരുക്കി എനിക്ക് സ്വർഗമെന്ന തറവാട് തുറന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഒരു പിതാവ്, അബ്ബാ, ഈശോ എനിക്ക് വേണ്ടി ഉണ്ട്. ഐ വോണ്ട് ബി ടയേർഡ്. ഞാൻ തോറ്റും കൊടുക്കില്ല, ഞാൻ തളർന്നു പോകില്ല. ഐ എം ലൗഡ്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കാൻ എനിക്കൊരാളുണ്ട്, ഈശോ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ ചിന്തില്ല. ഇപ്പോൾ ജോസഫൈൻ ബക്കീത്ത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു രക്തസാക്ഷിത്വത്തിൽ കൂടെ കടന്നുപോയവരാണ്. എത്രയോ പുണ്യപിതാക്കന്മാർ, എത്രയോ രക്തസാക്ഷികൾ. ഒന്ന് ഓർത്ത് നോക്കി, ഇങ്ങനെ ഈ വാളിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തായിരുന്നു ഇവർക്കുണ്ടായിരുന്ന പ്രത്യാശ? നമ്മളൊന്നും അത്രയും സഹിച്ചോ? നമ്മളിപ്പോൾ ഈ കടമാണ്, രോഗമാണ്, പരാജയമാണ്, തേപ്പ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, പ്രിയപ്പെട്ടവർ ഇട്ടേച്ച് പോയി, ഇതൊക്കെ സഹനം എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. നിങ്ങൾ ഈ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ ചിന്തിക്കുക നോക്ക്. സഭയിൽ ഇന്ന് അങ്ങനത്തെ ടീച്ചിങ്സ് കുറവാണോ? ഇന്ന് അങ്ങനത്തെ വചനപ്രഘോഷണങ്ങൾ കുറവാണോ എന്ന് അറിഞ്ഞൂടാ. ഒരു കാലത്ത് പ്രസംഗ വിഷയങ്ങളിൽ ഒരു കേന്ദ്ര ഭാഗവും അലങ്കരിച്ചിരുന്നത് ഈ രക്തസാക്ഷികളുടെ ജീവിതമായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുത്തിരുന്ന ഈ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ചരിത്രം പുസ്തകങ്ങൾ നിങ്ങളിപ്പോൾ മേടിച്ചു കൊടുക്കുന്നുണ്ടോ? ഒരു കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരു കൊച്ചിന് ഒരു തലമുറ മിക്കപ്പോഴും മേടിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് വിശുദ്ധരുടെ ജീവചരിത്രമാണ്. ഇന്ന് നിങ്ങൾ എന്നെ മേടിച്ചു കൊടുക്കണേ, ജാക്ക് ഫ്രൂട്ട് ആണോ? അത് പറഞ്ഞും കൊടുക്കണില്ല വിശുദ്ധരെ കുറിച്ച്, രക്തസാക്ഷികളെ കുറിച്ച്. കാരണം നമുക്ക് ഏറ്റവും വലിയ സഹനത്തിലും പിടിച്ചു നിൽക്കാൻ ജീവിച്ച, മരിച്ച കുറേ മാതൃകൾ, എഴുന്നേറ്റ് വന്ന കുറേ മാതൃകളുണ്ട് ഈ രക്തസാക്ഷികൾ. നിങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ, ബൈബിളിലുള്ള ആയിക്കോട്ടെ, സഭയുടെ ചരിത്രത്തിലുള്ളതാവട്ടെ, ഓരോ വിശുദ്ധരും വാളിങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. തോറ്റു കൊടുക്കുന്നില്ല. വേണം തള്ളിപ്പറയാം. സിംഹം വാ പിളർന്ന് നിൽക്കുകയാണ്. വിട്ട് കളയാം, ഈശോയെ തള്ളിപ്പറയാം. തള്ളിപ്പറഞ്ഞില്ലേ, നിങ്ങൾ നിൽക്കുകയാണ്. സ്റ്റീഫനെയൊക്കെ നമ്മൾ കാണുന്നില്ലേ, കല്ലിങ്ങനെ ചീറായിട്ട് കീറി വരുമ്പോഴും, ചോര ചീന്തി ഓരോ രക്തത്തുള്ളികൾ ഒരു അരുവി പോലെ ഒഴുകുമ്പോഴും ഇയാളിങ്ങനെ കൈയും വിരിച്ച് പിടിച്ച് തൊലയുയർത്തി നോക്കുകയാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ ഉണ്ട്. കല്ലേറ് വന്നാലും വേദനകൾ വന്നാലും തോറ്റു കൊടുക്കില്ല. തീച്ചൂള കത്തിയിരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മൂന്ന് ചെറുപ്പക്കാർ കത്തിയിരിയുന്ന തീച്ചൂളെ കടന്നുകൊണ്ട് ഹല്ലേലൂയ പാടുകയാണ്. പൗലോസും സീലാസും ഒക്കെ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ പാടുകയാണ്. നീറോ ചക്രവർത്തിയുടെ വാൾത്തുമ്പിൽ നിൽക്കുമ്പോൾ പത്രോസ് പറയാണ്, എനിക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. ഇനി 3 തവണ തള്ളിപ്പറഞ്ഞു, 3 തവണ എന്നെ വീണ്ടും സ്വീകരിച്ചു. സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, ഹൗ ക്യാൻ ഐ റിജക്റ്റ് ഹിം അഗൈൻ? എനിക്ക് എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും? ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് നമ്മൾ. ഈ രോഗം വന്നു, ഈ കടം വന്നു, ഈ കുഞ്ഞു പ്രശ്നം വന്നു, വലുതാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ റിയാലിറ്റി. വലുതാണ്. നിങ്ങളുടെ ശരീരത്തിനേറ്റ മുറിവ്, നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവ്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ക്രൈസിസ്, ഇറ്റ് ഈസ് ബിഗ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈശോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണോ അതോ ചേർന്ന് നിൽക്കുകയാണോ? അടുത്ത് നിൽക്കുന്നതിൻ്റെ അടുത്തുനിന്ന് മാറി നിന്ന് മറ്റ് പ്രത്യാശകളിലേക്ക്, മറ്റ് ആശ്രയങ്ങൾക്കൊക്കെ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊന്നിനും ഈ വേദനയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരുടെ വാക്കുകൾ കുറച്ച് നേരത്തേക്ക് നമ്മളെ നേരെ നിർത്തും. സാരമില്ലാന്ന് ഫോൺ വിളിച്ച് പറയുന്ന ഒരാൾ കുറച്ച് നേരത്തേക്ക് നമ്മളെ നേരെ നിർത്തും. പക്ഷെ അടുത്ത് വന്ന് കിടന്ന് പോയ നിന്നെ, മുട്ടയിൽ ഇഴഞ്ഞു നിൽക്കുന്ന നിന്നെ പിടിച്ച് നേരെ നിർത്താൻ ഒരാളുടെ കൂടിയേ തീരൂ. ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊന്ന് റിയലൈസ് ചെയ്താൽ നാളെ വരുന്ന സഹനങ്ങളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നോക്കും, ഹസ്ബൻഡ് എന്തുകൊണ്ട് സഹായിച്ചില്ല, ഭാര്യ എന്തുകൊണ്ട് സഹായിച്ചില്ല, അപ്പ അമ്മ എന്തുകൊണ്ട് സഹായിച്ചില്ല, പ്രിയപ്പെട്ട കൂട്ടുകാരെന്തുകൊണ്ട് സഹായിച്ചില്ല. ഇതോർത്ത് നമ്മളിങ്ങനെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പം പലരും നിരാശപ്പെടുന്നത് അതുകൊണ്ടാണ്, അല്ലേ? വേദന വന്നതുകൊണ്ടല്ല. വേദന വന്നപ്പോൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ കൂടെ നിൽക്കാഞ്ഞതാണ് നമ്മളെ തളർത്തിക്കളഞ്ഞത്. കടം വന്നതല്ല, രോഗം വന്നതല്ല നമ്മളെ തളർത്തിയത്. കടം വന്നാലും രോഗം വന്നാലും ജീവൻ പോകേണ്ടി വന്നാലും നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ആൾ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്തതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് വാഗ്ദാനം തന്ന ഒരാളില്ലേ? അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നിനക്ക് രൂപം തന്ന ഒരാൾ, യുഗാന്ത്യം വരെ നിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ ഒരാൾ, നിത്യജീവനിൽ നിൻ്റെ കൂടെ ആയിരിക്കാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുള്ളത് എന്തുകൊണ്ട് മറന്നു പോകുന്നു? പലരോരുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ല ചേട്ടാ, നമ്മുടെ ആ പാട്ടൊന്ന് പാടാമോ? നമ്മുടെ ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് അടച്ചോ. എനിക്ക് തോന്നി ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരു 100 തവണയെങ്കിലും പാടിയിട്ടുള്ളൊരു പാട്ടായിരിക്കും. പക്ഷേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ
ഇവിടെ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു, കണ്ണുകളൊന്ന് അടച്ച്. ഇവിടെ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെ ഒന്ന് കേൾക്കുക. ചിലപ്പോൾ സൗഖ്യം ഈ ഒരു സമയത്തായിരിക്കാം ഈശോ നമ്മുടെ അടുത്ത് വന്ന് ചെവിയിൽ ഓതി ഹൃദയത്തിലേക്ക് എഴുതി തരുന്ന ഒരു വാക്ക് പോലെ. എന്ത് തന്നെ സംഭവിച്ചാൽ രക്തസാക്ഷികളുടെ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് തരുന്ന കുറച്ച് ഈരടികളാണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ടെന്നും ആ നിത്യജീവനെ പാർത്തിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ സഹനങ്ങൾക്കോ സങ്കടങ്ങൾക്കോ എന്നെ തളർത്താൻ പറ്റില്ല. മുമ്പേ കടന്നുപോയ വിശുദ്ധരെ, രക്തസാക്ഷികളെല്ലാം ഒത്തിരി തവണ നമ്മൾ കേട്ടൊരു പാട്ടായിരിക്കാം, ഈരടികളായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ, ഇന്ന് കടന്നു പോകുന്ന ക്രൈസിസിൽ നീ തോറ്റോടാതിരിക്കാൻ വിത്ത് ഹിസ് പ്രസൻസ് നിൻ്റെ അടുത്ത് വന്ന് ഈശോ പറഞ്ഞു തരുന്ന പോലെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കുക. ആ വാക്ക് കേട്ട് ആ വിശുദ്ധരോടും രക്തസാക്ഷികളോടും ചേർന്ന് ഈ തീരുമാനം എടുക്കുക. എന്ത് സംഭവിച്ചാലും ഈശോയെ നോക്കി ഞാൻ ജീവിക്കും, നിത്യജീവനെ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കും. പ്രാർത്ഥിക്കാം. എന്നെ നാടു കടത്തട്ടെ, തുണയ്ക്കു കർത്താവുണ്ടങ്ങ്, വാളാലെന്നെ കീറട്ടെ, എനിക്കു താങ്ങുണ്ടേശായ, ആഴിയിലേക്കെറിയട്ടെന്നെ, യോനാനിബിയുണ്ടൻ മുന്നിൽ, സിംഹക്കുഴിയിൽ തള്ളട്ടെ, ദാനിയേലൻ ആശ്വാസം, തീച്ചൂളയിലെറിയട്ടെന്നെ, ആ പൈതങ്ങളെ ഞാനോർക്കും, വാളാലൻ തല വീഴട്ടെ, സ്നാപകയോഹന്നാൻ മുന്നിൽ, കല്ലേറാൽ കൊല്ലട്ടെന്നെ, സ്തെഫാനോസുണ്ടന്നരികിൽ, സമ്പത്തെല്ലാം കവരട്ടെ, ക്ലേശമെനിക്കു തരിമ്പില്ല, ഞാനിവിടെത്തി വെറും കൈയായി പോകും, തിരികെ വെറും കൈയായി, ഞാനവിടെത്തി താതൻ്റെ സവിധം ചേർന്നു വസിച്ചിടും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തിൻ്റെ ഈ പാട്ടിൻ്റെ ഈരടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് ലിറിക്സൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇടയ്ക്കൊന്ന് പാടി നടക്കുക കേട്ടോ. എൻ്റെ അവസാനത്തെ വരികൾ ഇങ്ങനെ: ഞാനിവിടെ എത്തി വെറും കയ്യാൽ പോകും, തിരികെ വെറും കയ്യാൽ, ഞാൻ അവിടെ എത്തി താതൻ്റെ സവിധം ചേർന്ന് വസിച്ചിടും. സോ നമ്മുടെ എല്ലാ ഇരുട്ടുകളിലും, നമ്മുടെ എല്ലാ നിരാശകളിലും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്. ഒന്ന്, ഈ ജീവിച്ചിരിക്കുമ്പോൾ ഈ സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഈശോയുടെ ഒരു നിരന്തര സാന്നിധ്യം, ഈ സഹനങ്ങളൊക്കെ അതിജീവിച്ച് ഞാനങ്ങ് എത്തുമ്പോൾ നിത്യം അവൻ്റെ കൂടെ വസിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളെ ശക്തിപ്പെടുത്തേണ്ട വലിയ ബോധ്യങ്ങളൊന്നും ഇതാണ്. ഹി സ്റ്റിൽ വിത്ത് അസ്. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം. പൗലോസിലെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന്. പിന്നെ എടുത്ത് വായിച്ചാൽ മതി. കൊരിന്തോസർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ 3, 4, 5 വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസിലെ പറയാണ്, എനിക്ക് കൈമാറ്റപ്പെട്ട് കിട്ടിയ ആ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് കൈമാറ്റപ്പെട്ട് കിട്ടിയ ആ സുവിശേഷം എന്താണ്? ഈശോ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു.
പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ പറയാൻ പോകുന്ന സുവിശേഷം, എനിക്ക് കിട്ടിയ സുവിശേഷം, ഞാൻ കൈമാറ്റം ഞാൻ തരുന്ന, നിങ്ങളുടെ കയ്യിലോട്ട് തരുന്ന സുവിശേഷം ഇത് മാത്രമാണ്. എന്ത്? ഈശോ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. മൂന്ന് വാക്കുകളതും ഒതുക്കാണ്. ഹി വാസ് ബോൺ, ഹി ഡൈഡ്, ഹി റോസ് അഗൈൻ. ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ഉത്തരം ഇതാണ്. പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രത്യാശയുടെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. 1 പത്രോസ് 3:15 എൻ്റെ ഓർമ്മ. പത്രോസ്ലീഹ പറയാണ്, നിങ്ങളിങ്ങനെ പ്രത്യാശിച്ച് നിൽക്കാൻ, നിങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണമെന്ത്? നമ്മളോട് മനുഷ്യർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കാലം പള്ളിയിൽ പോയി, നിങ്ങൾ ഇത്രയും കാലം വചനം കേട്ടു, നിങ്ങൾ ഇത്രയും വിശുദ്ധിയിൽ ജീവിച്ചു, നിങ്ങൾ ഈ കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിച്ചു, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ മാറുന്നില്ലോ, വേദനകൾ മാറുന്നില്ലോ, പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ചിലപ്പോൾ നമ്മളെക്കാൾ ചെറിയ സങ്കടങ്ങളുള്ള ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കാൻ, ചേട്ടാ ചേച്ചി ഇതിനെ എങ്ങനെ അതിജീവിച്ചു? നിങ്ങൾ ഇത്രയും പ്രത്യാശയോടെ പിടിച്ചു നിൽക്കാൻ കാരണം എന്താണ്? നല്ലൊരു വീടില്ല, എടുത്ത് പറയാൻ നല്ലൊരു ഒന്നും നമുക്കില്ല, പക്ഷെ എപ്പോഴും പ്രത്യാശയോടെ നിൽക്കുന്ന കുറേ മനുഷ്യർ. പത്രോസ്ലീഹ പറയാണ്, അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഉണ്ടാവണം. നിങ്ങളുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ പറയാൻ ഒരൊറ്റ ഉത്തരവേ ഉണ്ടാവുള്ളൂ. പൗലോസ്ലീഹ പറഞ്ഞ അതാണ്, ഞങ്ങളുടെ പ്രത്യാശയുടെ അടിസ്ഥാനം നമ്മൾ കേട്ട ഈ സുവിശേഷമാണ്. ആ സുവിശേഷം ഇതാണ്, ഈശോ ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ക്രിസ്തു മതത്തിൻ്റെ ആസ് എ റിലീജിയൻ അതിൻ്റെ ഏറ്റവും ബേസിക്കായ വിശ്വാസ പ്രഖ്യാപനം ഇതാണ്. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, വിശ്വാസ പ്രമാണം ഇതാണ്: ഈശോ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും ജീവിക്കുന്നു. ആ സാന്നിധ്യമാണ് നമ്മുടെ പ്രത്യാശ. കിട്ടുന്നുണ്ടോ? ഒരാൾ ജനിച്ചു, ലോകത്തിലുണ്ടായ സകല ഗുരുക്കന്മാരും സകല റോൾ മോഡൽസും ജനിച്ചു. ശരിയാണോ? ജനിച്ചു. ബുദ്ധൻ നല്ല തത്വങ്ങൾ പറഞ്ഞു തന്ന ഒരാൾ ജനിച്ചു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, അയാൾ ജനിച്ചു. ഇത് പ്രത്യാശ തരുന്നൊരു കാര്യമല്ല. ബുദ്ധൻ മരിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോട്ടിവേഷണൽ സ്പീക്കറും മരിച്ചു, ഇതും പ്രത്യാശ തരുന്നില്ല. എന്നാൽ ബുദ്ധൻ മരിച്ചു കാണും, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോട്ടിവേഷണൽ സ്പീക്കർ ജനിച്ചു, മരിച്ചു കാണും. ഒരാൾ മാത്രം ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും കൂടെ നിൽക്കുന്നു. There is only one, the single God, the single Savior, ഏകരക്ഷകൻ ഈശോ മാത്രം. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ആ ദൈവമാണ്, ഈശോയാണ്. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഇന്ന് സഹായിക്കുന്ന ജീവിത പങ്കാളി, കൂട്ടുകാരൻ, കൂട്ടുകാരി, അപ്പൻ, അമ്മ ജനിച്ചു, അവരും മരിക്കും. കുറച്ച് പേർ മരിച്ചിട്ടുണ്ടാകാം, ചിലർ മരിച്ചതുപോലെ മാറി നിൽക്കുന്നുണ്ടാകാം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാൾ ഈശോ മാത്രം. നമ്മൾ ഇന്ന് പ്രത്യാശ വെച്ചിരിക്കുന്ന എല്ലാവരും മരിക്കും, മാറി നിൽക്കും, മണ്ണോടടിയും, ചരിത്രത്തിൻ്റെ താളുകളിൽ മാഞ്ഞു മറഞ്ഞു പോകും. ഇപ്പോഴും ചരിത്രത്തിനോ അതിൻ്റെ താളുകൾക്കോ മടക്കി സൂക്ഷിക്കാൻ പറ്റാത്ത, ഒതുക്കി നിർത്താൻ പറ്റാത്ത, ജീവിക്കുന്ന ഒരേ ഒരു ദൈവം ഈശോ. ആ ഈശോയുടെ സാന്നിധ്യം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവനെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവനെ സ്നേഹിക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു ദൈവം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ ബോധം കിട്ടിയാൽ, ആ ബോധ്യം കിട്ടിയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ദുരിതങ്ങൾ നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ കല്ലേറ് വന്നാലും, വന്നിട്ടില്ല, വന്നോ? ഇല്ല. നമ്മളിങ്ങനെ ക്രിസ്ത്യാനി എന്ന ലേബലൊക്കെ അടിച്ച് വചനം പറയുന്നവരെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ ഡിം നടക്കുകയാണ്. കല്ലേറ് വന്നിട്ടില്ല, വാള് വന്ന് നിന്നിട്ടില്ല, സിംഹം വാ പൊളിക്കുന്നില്ല. മൃഗശാലയിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ടിട്ട് വായിക്കോട്ടെ വിട്ടിട്ടാണ് സിംഹം വാ വിളിക്കുന്നത്. എന്ത് തരം ക്രിസ്ത്യാനിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്കിതൊന്നും വന്നിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പം ഈ വചനം കേട്ടുകൊണ്ടെങ്കിൽ നമ്മളാണ് തള്ളി പറഞ്ഞിട്ടുള്ളൂ കൂടുതലും, മിക്കവാറും ആ സഹനവും വേദനയൊക്കെ വന്നപ്പോൾ. അപ്പം ശരിക്കും ഇങ്ങനെ ഈശോയുടെ പേരിൽ സഹനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? എപ്പോൾ ഓടി നോക്കിയാൽ മതി അല്ലേ? നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ എങ്ങനെ, എവിടെ നമ്മളെല്ലാവരും പേഴ്സണലി ഗ്രാഫ് എടുക്കണം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ഗ്രാഫ് എടുക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട്. നമ്മൾ അപ്പുറത്തോട്ട് നോക്കിയാൽ അയാളെക്കാട്ടും മെച്ചമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്, അയാളെക്കാട്ടും നല്ല വിശ്വാസിയായിരിക്കും. പക്ഷെ വാള് വരുമ്പോൾ ചിലപ്പോൾ അയാളെക്കാട്ടും മുമ്പ് നീ ഓടും. അപ്പം അറിയാം ആരാണ് മെച്ചെന്ന്. നമ്മളിപ്പോൾ അപ്പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് പറയും അവർക്ക് വിശ്വാസമില്ല, അവർ ഈശോയെ അറിഞ്ഞിട്ടില്ല, അയ്യേ അവരെന്നെ ഇങ്ങനെയൊക്കെ, ആ ആചാരങ്ങൾ, ഇത് നല്ലൊരു തൊഴി വരട്ടെ, അപ്പം അറിയാം അവനാണോ ഭേദം, ഞാനാണോ ഭേദം. കിട്ടുന്നുണ്ട്. അതുവരെ നമ്മളിങ്ങനെ ഭയങ്കര ജിൽ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇത് വരട്ടെ. ഇപ്പോൾ
ഇപ്പം ചോദിച്ചൊരു കാര്യം കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് നിർത്തി പോകുന്ന ടീംസാണ് നമ്മൾ. ഇപ്പോൾ പ്രിയപ്പെട്ടവരാൾ മാറി നിന്നതിൻ്റെ പേരിൽ ഈശോയെ വരെ മാറ്റി നിർത്തിയവരാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് സ്റ്റിൽ ക്രിസ്ത്യാനി എന്ന വിളിപ്പേരാണ് ബാക്കി. വചനം പ്രഘോഷകർ, വചനം കേൾക്കുന്നവർ, ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ പോക്കറ്റിൽ നിന്നൊക്കെ വിളിച്ചിറക്കുന്നവർ, ഈ പേരാണ് നമുക്ക് ബാക്കി. അറിയാം നമ്മൾ ഇത്രയേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തർ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ഈ കുറവും, നമ്മുടെ ഈ വിശ്വാസക്കുറവും, നമ്മുടെ ഈ തട്ടിപ്പ് ഉടായ്പ എല്ലാം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. ശരിയാണോ? നമ്മളിപ്പോൾ ഇത് അച്ഛനിങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും കൈപിരിച്ച് പിടിക്കാം, മുട്ടയിൽ ഇങ്ങനെ 10-15 മിനിറ്റ് മണിക്കൂറുകളൊക്കെ ഇങ്ങനെ നിൽക്കാം. മണിക്കൂറുകളല്ല, ഒരു അതിശയോക്തി പറഞ്ഞാണ്. ഇങ്ങനെ നിൽക്കാം നിങ്ങളുടെ മുമ്പിൽ. എനിക്ക് സകല ഭക്തിയും വിശ്വാസമൊക്കെ അഭിനയിക്കുക, ശരിയല്ലേ? പക്ഷെ എൻ്റെ സകല കുറവുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആരാ? ഈശോ ഉണ്ട്. അവിടെയും നമുക്കൊരു ബോധം. എന്നെ പറഞ്ഞപ്പോൾ ഒരു സുഖം തോന്നിയല്ലേ? നിങ്ങളെയും അല്ലേ? നിങ്ങളിപ്പോൾ ഇങ്ങനെ ബൈബിളൊക്കെ വചനം നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും അടുത്തൊക്കെ പിടിച്ചൊക്കെ വായിക്കും. സ്നേഹം കാരണമായിരിക്കും. പക്ഷെ നീ ഇത് മാത്രമല്ല ഇത്രയും അടുത്ത് പിടിച്ച് കാണുന്നതെന്ന് ഈശോയ്ക്ക് അറിയത്തില്ലേ? അറിയാലോ. ഇപ്പം അച്ഛനെ നോക്കി ചിരിച്ച് കാണിക്കുന്നു. അച്ഛനെ നോക്കി മാത്രമല്ല നിങ്ങൾ ചിരിച്ച് കാണിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയത്തില്ല. അപ്പുറത്തെ ആൾ അറിയാണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഈശോയ്ക്ക് അറിയത്തില്ലേ? പക്ഷെ നമുക്കൊരു ഒരു ഉറപ്പെന്നാണെന്നറിയോ? ജോസഫൈൻ ബക്കീത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലേ? ഞാൻ ഏറ്റവും ഈ മുറിയപ്പെട്ട് നിൽക്കുമ്പോഴും ഐ ആം സ്റ്റിൽ ലൗഡ്, എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കണം. നിങ്ങൾ ഏറ്റവും മിടുക്കരായി നിൽക്കുമ്പോൾ, അച്ഛൻ ഏറ്റവും വിശുദ്ധിയിൽ നിൽക്കുമ്പോഴല്ല ഈശോ അച്ഛനെ സ്നേഹിച്ചത്, നിങ്ങളെ സ്നേഹിച്ചത്. നമ്മളേറ്റവും മോശമായിട്ട് നിൽക്കുമ്പോഴും ജോസഫൈൻ ബക്കീത്തായെ പോലെ നമുക്കും പറയാൻ പറ്റണം. ആ ബോധം ഉള്ളിൽ വേണം. ഐ ആം സ്റ്റിൽ ലൗഡ്, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു കയറി വരാൻ ഈ പാപത്തിൽ നിന്ന്, ഈ തട്ടിപ്പുകളിൽ നിന്ന്, ഈ മുഖംമൂടിയൊക്കെ പറിച്ചു കളഞ്ഞ് നമുക്ക് ശരിക്കും ഈശോയുടെ ഒരു മകനായിട്ട് മകളായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ ഈ ഒരു ബോധ്യമാണ് ഉള്ളിലോട്ട് വരേണ്ടത്. ഞാൻ പാപി ആയിരിക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്നു. കിട്ടുന്നുണ്ടോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പൗലോസ് എടുത്തെടുത്ത് പറയാണ്, നമ്മൾ ശത്രുക്കളായിരിക്കെ, നമ്മൾ ബലഹീനരായിരിക്കെ, നമ്മൾ പാപികളായിരിക്കെ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു. പൗലോസിന്റെ സുവിശേഷമാണത്. ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. എപ്പോൾ? ഞാൻ ഏറ്റവും മിടുക്കനായിരുന്ന സമയത്തല്ല എനിക്ക് വേണ്ടി അവൻ മരിച്ചത്. ഞാൻ ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ഞാൻ സകല കൽപ്പനകളും അനുസരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാതെ എല്ലാവർക്കും നന്മയും ചെയ്ത് മാനവരിൽ മഹോന്നതമായിട്ട് ജീവിക്കുമ്പോഴല്ല ഈശോ എന്നെ സ്നേഹിച്ചത്. അവൻ തേടി വന്നത് നീതിമാന്മാരെ അല്ല, എന്നെയും നിങ്ങളെയും പോലെയുള്ള പടുപാപികളെയാണ്, തോറ്റുപോയവരെയാണ്, മുറിഞ്ഞു കിടക്കുന്നവരെയാണ്, ഒറ്റപ്പെട്ടു പോയവരെയാണ്, ചതിക്കപ്പെട്ടവരെയാണ്. ഈവൻ അവനെ തള്ളിപ്പറഞ്ഞവരെ തേടി വന്നവനാണ്. 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ മീനും ചുട്ടിട്ട് അവിടെ കാത്തിരിക്കുന്ന ഈശോ മീനും കൊടുത്തിട്ട് പതുക്കെ മീനിൻ്റെ ടേസ്റ്റ് മാറുന്നതിന് മുമ്പ്, കയ്യിലെ ഉളുമ്പ് മാറുന്നതിന് മുമ്പ് ഈശോ ചോദിക്കുകയാണ്, സ്നേഹിക്കുന്നുണ്ടോ? വറുത്ത് വെച്ച മീനിനേക്കാളപ്പുറം, ഈ മീനിൻ്റെ ടേസ്റ്റിനേക്കാട്ടപ്പുറം, ഈ മീൻ നിനക്ക് തരുന്ന കടലിനപ്പുറം, ഈ കടലിൽ നിനക്ക് കിട്ടാവുന്ന സമ്പത്തിനപ്പുറം, നിന്റെ കൂടെ ഫിഷിങ്ങിന് വന്ന ഈ കൂട്ടുകാർക്കപ്പുറം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ചിലപ്പം നമുക്കിപ്പോഴും പറയാം, പറ്റിച്ചോണ്ട്, ഈശോ പറ്റിച്ചോണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്, എൻ്റെ സ്നേഹം നിനക്കറിയാലോ എന്ന് നമ്മൾ ആ ഉടായ്പ കാണിക്കുമ്പോഴും ഈശോയ്ക്കറിയാം. അപ്പം ഞാൻ ബ്രോക്കൺ, ഞാൻ ബലഹീനനായിട്ട് നിൽക്കുമ്പോൾ, ഞാൻ പാപിയായിട്ട് നിൽക്കുമ്പോൾ, ഞാൻ ഈശോയെ തള്ളിപ്പറഞ്ഞ് ഈശോയുടെ ശത്രുവായിട്ട് നിൽക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തിനാ ആ ബോധം തരുന്നതെന്നറിയോ? തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നീ ഒറ്റ കൊടുക്കുമെന്ന് അറിയാമായിട്ട് യൂദാസെ നിന്നെ കൂടെ നിർത്തിയവൻ, നീ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ട് നിന്നെ കൂടെ നിർത്തിയവൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? നീ ഒന്ന് തിരിച്ചു വരണം എന്നാണ്. തിരിച്ചു വരണം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തർ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ഓടിച്ചെല്ലണം ഈശോയുടെ അടുത്തേക്ക്. വിശുദ്ധരും രക്തസാക്ഷികളൊക്കെ ഓടിച്ചെന്നതുപോലെ ഈ ഒരു സഹനത്തിൽ, ഈ ഒരു വേദനയിൽ ഓടിച്ചെല്ലണം. നമുക്ക് പ്രത്യാശയായിട്ട് മറ്റാരുമില്ല ഈശോ അല്ലാതെ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തർ പറഞ്ഞേ ഹല്ലേലൂയാ. സോ ആ ഒരു പ്രത്യാശ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ ഇതേന്ന് എടുക്കാമോ? പൗലോസ് ശ്ലീഹ ഒരു ആശംസ പോലെ ഒരു അനുഗ്രഹം തരികയാണ്. റോമ 15:13 ഒരുമിച്ച് വായിക്കാം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. തിമോത്തിക്ക് ആശംസിച്ച് ഓർക്കുന്നുണ്ടോ? 3 കാര്യങ്ങൾ. ദൈവം കരുണ തരുന്നു, കൃപ തരുന്നു, സമാധാനം തരുന്നു. പൗലോസ് റോമാക്കാരോട് ഇങ്ങനെ പറയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് പറയാണ്, പ്രത്യാശയുടെ ദൈവം. നമ്മളെ മുമ്പേ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ ഏക പ്രത്യാശയായ ഈശോ, പ്രത്യാശ ഈശോയാണ്. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. പ്രത്യാശയിൽ സമൃദ്ധി, അബണ്ടൻസ് ഓഫ് ഹോപ്പ് എന്ന് വെച്ചാൽ കുഞ്ഞൊരു പ്രത്യാശയല്ല. ഈ വേദന മാറും, ഈ രോഗം മാറും, ഈ കടം മാറും, ഈ സങ്കടം മാറും എന്നുള്ളതല്ല.
ഒരു പ്രത്യാശയുടെ ഹയർ ലെവൽ. അതെന്താണ്? ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഏറ്റവും വലിയ പ്രത്യാശ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം നടക്കുമെന്നുള്ളതല്ല, അത് ഏതൊരാൾക്കും പ്രത്യാശിക്കാം. ശരിയല്ലേ? ഇന്ന് ഈ രാത്രി കഴിഞ്ഞ് പകൽ വരും പ്രത്യാശ, അതാർക്കും പറ്റും. ഇന്നിപ്പോൾ വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും പ്രത്യാശ. ഇത്തവണയെങ്കിലും ഡിസംബറിൽ തണുപ്പുണ്ടായിരിക്കണമേ, ഉണ്ടാകുമായിരിക്കും, ഉണ്ടായാൽ കൊള്ളാമായിരുന്നു അല്ലേ? പ്രത്യാശിക്കാം. 2025 എൻ്റെ കർത്താവേ അല്ലേ, എന്നാ പെട്ടെന്നല്ലേ ഈ വർഷം എന്നാ പെട്ടെന്ന് 2025 വല്ലോ പ്രത്യാശ നടക്കും. അതാർക്കും പ്രത്യാശിക്കാം. ഈശോയെ അറിയത്തില്ലാത്ത ഒരാൾക്കും ആ പ്രത്യാശ വയ്ക്കാം, അടുത്ത വർഷം നല്ലതായിരിക്കും. പക്ഷെ പൗലോസിനെ പറയാണ് പ്രത്യാശയുടെ സമൃദ്ധി, ദ ഹയർ ലെവൽ ഓഫ് ഹോപ്പ്. അതെന്താണ്? നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ തീരം സ്വർഗം, നിത്യജീവൻ. അവിടത്തേക്ക് ആയിരിക്കണം വചനം കേൾക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പോൾ ഞാൻ നേരത്തെയും ചില ധ്യാനങ്ങളിലും ഏകദിനങ്ങളിലൊക്കെ പറഞ്ഞുള്ളതാണ്, നിങ്ങൾ ഇവിടെ വന്ന് ഇല്ലെങ്കിൽ ഏതൊരു ആലയത്തിൽ അത്ഭുത തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ ഒരു രോഗം മാറാൻ വേണ്ടി. ഈ രോഗം മാറി, അത്ഭുതം നടന്നു, ഈശോ പ്രവർത്തിച്ചു. ഇസ് ദാറ്റ് ദി എൻഡ്? അതായിരിക്കുമോ നിങ്ങളുടെ അവസാനത്തെ രോഗം? നാളെ വേറെ വരാം. സോ ഏറ്റവും വലിയ പ്രത്യാശ അതായിരിക്കണം. ഈ രോഗം മാറി കിട്ടുന്നൊരു പ്രത്യാശയല്ല, ഈ കടം മാറുമെന്നുള്ള പ്രത്യാശയല്ല. ഇതിനപ്പുറത്തേക്ക്, ആ പ്രത്യാശയുടെ തീരത്തേക്ക് നിത്യജീവൻ എനിക്ക് ലഭിക്കുമെന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ ആഗ്രഹം. കിട്ടുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു ഹയർ ലെവൽ ഓഫ് ഹോപ്പ്, അത്ര വലിയൊരു പ്രത്യാശ, അത്ര വലിയൊരു സ്വപ്നം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചില സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ, ചില സഹനങ്ങൾ വന്ന് നമ്മളെ വിഴുങ്ങുമ്പോൾ, ചില മതിലുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ തോറ്റു പോകാതിരിക്കും. കിട്ടുന്നുണ്ടോ? കാരണം ഇതിൽ അവസാനിക്കാനുള്ളതല്ല, വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുക. കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടോ എന്ന് 10 പ്രാവശ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. തലയാട്ട്, ഇത് മനസ്സിലാവണമുണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കും. ഇതെന്നാ മാറാത്ത, ഇത് മാറിയില്ലോ, എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു. വലിയ സ്വപ്നം അവിടെ കിടക്കാം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ആത്മീയ ഗുരുവിനെ പോയി കാണാൻ, പിന്നെ 2020 ജനുവരി 1 അച്ഛനോട് ഇങ്ങനെ, എൻ്റെ ആത്മീയ ഗുരു അച്ഛനും കൂടെ സങ്കീർത്തനം 2:8 പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് രാജ്യങ്ങൾ നിനക്ക് അധീനമാകും എന്ന് പറഞ്ഞ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അച്ഛനെ ആത്മീയ ഗുരു അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛനോട് ഇങ്ങോട്ട് ചോദിച്ചടാ, പണ്ട് നിന്നോട് എന്നെ ഇടാന്ന് വിളിക്കുന്നുണ്ടോ, സ്നേഹം കൊണ്ടാണ്, പണ്ട് പറഞ്ഞ ആ വചനം ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, കാരണം എൻ്റെ ആത്മീയ ഗുരു പറഞ്ഞാണ്, ഞാൻ മറക്കില്ല. അച്ഛനോട് വേറൊരു കാര്യം പറഞ്ഞു, നീ ഇനി സാമ്രാജ്യങ്ങൾ അധീനമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് മനസ്സിലായില്ല അച്ഛാ. നിനക്കിപ്പം മനസ്സിലാവില്ല എന്ന്. സാമ്രാജ്യങ്ങൾ അധീനമാകാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ചു നേരം നിങ്ങളുടെ അപ്പനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വിശ്വാസത്തിൽ എൻ്റെ സന്താനങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മക്കളോട് ഞാൻ പറയട്ടെ, ഈ കുഞ്ഞ് രാജ്യങ്ങൾക്ക് വേണ്ടി, ഏക്കറിന് വേണ്ടി, സെൻറ്റിന് വേണ്ടി ചോദിക്കരുത്. എന്തിനു വേണ്ടി ചോദിക്കണം? സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കണം. കാരണം നിങ്ങൾ ചോദിക്കുന്നയാൾ സെൻറ്റിൻ്റെ മേൽ, ഏക്കറിൻ്റെ മേൽ, ഹെക്ടറിൻ്റെ മേൽ അധികാരമുള്ള ആളല്ല, സാമ്രാജ്യങ്ങൾക്ക് മേൽ അധികാരമുള്ള ആൾ. ആ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി അല്ല, ഒരു റീജിയൻ അല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകലയിടത്തും അധികാരമുള്ള ഒരാൾ. ആ ആളോട് ചോദിക്കേണ്ടത് ഇത്രയും സ്ഥലം, ഇത്രയും ഇത്, അത്ര ഇത്, നോ. എന്തുവേണ്ടി ചോദിക്കണം? സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ അതായത് കുഞ്ഞു സ്വപ്നങ്ങളോ കുഞ്ഞു പ്രത്യാശയോ അല്ല, പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് ആ ദൈവം നിങ്ങളെ നയിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്, 6-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, പ്രത്യാശയാകുന്ന നങ്കൂരം, ആങ്കർ. നങ്കൂരം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ കപ്പൽ, ബോട്ടൊക്കെ ചിലപ്പം കരയിലിങ്ങനെ കെട്ടിയിടുമായിരിക്കും. വലിയ കപ്പലുകൾക്ക് വലിയൊരു, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആങ്കറിങ്, നങ്കൂരമിടുക. എന്തിനാണ് നങ്കൂരം ഇടുന്നത്? ഉറച്ച് നിൽക്കുകയാണ്. കിട്ടുന്നുണ്ടോ? നങ്കൂരം ഇല്ലാത്ത കപ്പലേലും നങ്കൂരം ഇടുന്ന കപ്പലേലും തിരമാലകൾ അടിക്കും, കാറ്റടിക്കും, കോളവിളക്കം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പൽ ഇളകി മറിയില്ല, കാറ്റടിക്കാതിരിക്കില്ല, കോള് വരാതിരിക്കില്ല, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവാതിരിക്കില്ല, എല്ലാം ഉണ്ടാകും. പക്ഷേ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ആടിയൊലയാതെ അവിടെ ഒന്നിളകിയാലും ഒന്നിളകി അങ്ങ് നിൽക്കും. ഈ ലേഖനകർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഹെബ്രായർ 6:19 പ്രത്യാശയാകുന്ന നങ്കൂരം, ദി ആങ്കർ ദാറ്റ് ഈസ് ഹോപ്പ്. ആരിലുള്ള പ്രത്യാശ? ഈശോയിലുള്ള പ്രത്യാശ. ആരാകുന്ന പ്രത്യാശ? ഈശോ. വെരി ഗുഡ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ദൈവത്തിന് സ്തുതി. ഈശോയിലുള്ള പ്രത്യാശ, ഈശോയാകുന്ന പ്രത്യാശ. നമുക്ക് പൗലോസ്ലീഹാനെയൊക്കെ മനസ്സിലാവുന്നു. ദൈവമേ, നമ്മൾ കൊള്ളാം.
കർത്താവിന് മഹത്വം. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സോ നമ്മുടെ ജീവിതം, പ്രിയപ്പെട്ട സഹോദരൻ, പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം എവിടെയാണേലും ഒരു നടുകടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ജീവിതമാണ്. ആ കടലിൽ ഉറപ്പായിട്ടും ഇളക്കങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഈ കപ്പലിനെ തകർത്ത് കളയാൻ പറ്റുന്ന ശത്രുക്കൾ ഉണ്ടാകാം, ഇതിനെ ആക്രമിക്കുന്നുണ്ടാകാം, മുകളിൽ നിന്നോ സൈഡിൽ നിന്നോ താഴെ നിന്നോ ഇതിൻ്റെ പലകകൾ ഇളക്കേക്കാം, ഇതിനൊരു സുഷിരം വീഴ്ത്തിയേക്കാം, ഇതിൻ്റെ ഉള്ളിലേക്കൊരു വെള്ളപ്പാച്ചിൽ വന്ന് ഒരു തിരമാല അടിച്ചതിനെ തകർത്ത് കളഞ്ഞേക്കാം. പക്ഷേ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പൽ അത് സുരക്ഷിതമാണ്. കാറ്റടിച്ചാലും കൊള്ളടിച്ചാലും അതവിടെ ഉണ്ടാകും. ആ നങ്കൂരം ആരാണ്? ഈശോയാണ്. കർത്താവ് നൽകുന്ന ഒരു പ്രോമിസാണ്. കാറ്റിളകിയപ്പോൾ, കടലിളകിയപ്പോൾ ഈ അമരത്തൊരാൾ ഉണ്ടായിരുന്നു. ഈശോ പ്രോമിസ് ചെയ്തേക്കുന്നത്, ഈശോയിൽ ഉറപ്പിച്ച ഒരാളെ, ഈശോ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരാളെ, അയാളെ ഒന്നും തൊടില്ലെന്നല്ല ഈശോ പറഞ്ഞേക്കുന്നത്. അപ്പസ്തോലന്മാരുണ്ടായിരുന്ന, ശിഷ്യന്മാരുണ്ടായിരുന്ന, ഈശോ ഉണ്ടായിരുന്ന ആ ബോട്ടാണ് കടന്നിളകിയത്. ശരിയാണോ? അതായത് ഈശോ അവിടെ ഉണ്ട്. കാറ്റടിക്കില്ല, കോളടിക്കില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നല്ല. കാറ്റടിക്കും, കോളടിക്കും, ബുദ്ധിമുട്ടുണ്ടാവും. കപ്പൽ മറിയില്ല, ബോട്ട് മറിയില്ല, മുങ്ങിപ്പോവില്ല. കാരണം അമരത്ത് ഹിസ് സ്റ്റിൽ ദെയർ, ഹിസ് പ്രസൻസ് ഈസ് ദെയർ. അവിടുത്തെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇന്ന് കിടന്നിളകുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അന്ന് പത്രോസും ശിഷ്യന്മാരും വിളിച്ച് കാറിയതുപോലെ കാറുക, കർത്താവേ ഞങ്ങൾ മുങ്ങിപ്പോവാണ്, എഴുന്നേക്ക്. ഉറങ്ങിക്കിടക്കുമെന്നല്ല, നീ വിളിക്കാൻ വേണ്ടി തുറന്ന് നിൽക്കുന്ന ഒരാളാണ്. യേശയ്യാ 59:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സഹായിക്കാനാവാത്ത വിധം കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം കാതുകൾ അടഞ്ഞിട്ടില്ല. നമ്മളിച്ചിരി മാറി നിന്നേ ഉള്ളൂ. നമ്മുടെ പാപങ്ങൾ കൊണ്ടോ നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടോ ഒക്കെ നമ്മളിച്ചിരി മാറി നിന്നേ ഉള്ളൂ. ചേർന്നിരിക്കുക. ഈശോ കൈ ഇങ്ങനെ നീട്ടി തന്നെ നിൽക്കുകയാണ്. കരം കുറുകിപ്പോയിട്ടില്ല, കരം കുറുകിപ്പോയിട്ടില്ല, കൈ ഇങ്ങനെ നീട്ടി നിൽക്കുക. നമ്മളാണ് മാറിപ്പോയത്. ആ കൈകലത്തിൽ നിന്ന് അടുത്തങ്ങ് ചെന്നേക്കുക. നമ്മുടെ പ്രത്യാശ ഈശോ, നമുക്ക് കരുണ തരുന്ന, രക്ഷ നൽകുന്ന, നിത്യജീവനിൽ സ്വർഗം തുറന്ന്, സ്വർഗമെന്ന തറവാട് തുറന്നിട്ട് കാത്തിരിക്കുന്ന ഒരു പിതാവ്. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ.